വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബവലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം സപ്താശീതിതമോധ്യായ 87-ാമത്തെ അധ്യായം. ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി എന്നൊക്കെയാണ് ഈ അധ്യായത്തിന് പറയുക. ഭാഗവതത്തിൽ എല്ലാ ശാസ്ത്രങ്ങളിലും പ്രത്യേകിച്ച് അദ്വൈത വേദാന്തത്തിൻ്റെയൊക്കെ സാരാംശം ഉൾക്കൊള്ളുന്നൊരു അധ്യായമായിട്ടാണ് ഇതിനെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഇതിനെ വ്യാഖ്യാനിച്ച് ശ്ലോകത്തിനേക്കാൾ വളരെയധികം വ്യാഖ്യാനിച്ചിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ അനവധി ഗ്രന്ഥങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊരർത്ഥം നമുക്ക് ചിന്തിക്കാം. കാരണം ഇനി പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇത് പറയാം. അതായത് ബ്രഹ്മത്തിനെ പറ്റി വേദങ്ങൾ എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ വേദങ്ങളിൽ എങ്ങനെയാണ് ബ്രഹ്മത്തിനെ പറ്റി പറയുന്നതെന്നാണ്. കാരണം ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഗുണമായിട്ടുള്ള ഇതാണ് ബ്രഹ്മം. അതിൽ ഈ ഗുണഭാവത്തിലുള്ള വേദങ്ങൾ എങ്ങനെയാണ് ഈ ബ്രഹ്മത്തിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റുക? യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതിലുള്ള അത് ഓർത്താൽ മതി. അതായത് ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു വസ്തു മാത്രമേ ഇച്ചിലാവാത്തുള്ളൂ എന്ന് പറയും. അതായത് ഇച്ചിലാവാന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത്. അത് ഇച്ചിലാവുന്നുള്ളത് അതാവാത്ത ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ബ്രഹ്മത്തിനെ പറ്റി ആർക്കും എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. അപ്പോൾ അതുവരെ എത്തിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമ്മൾ സമാധിഭാവത്തിൽ നമ്മൾ സ്വയം അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന്. അപ്പോൾ അതുവരെയുള്ള ഇത് എത്താൻ പറ്റൂ. അതിനാണ് ലക്ഷണാവൃത്തി എന്നൊക്കെയാണ് പറയുക. ആ ലക്ഷണാവൃത്തി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകത്തിലൊക്കെ 5-6 പേജ് അതിനെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നും സ്മരിക്കേണ്ട ആവശ്യമില്ല. ഏതായത് ലക്ഷണാവൃത്തി കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് നാരായണീയത്തിൽ വളരെ വളരെ ക്ലിഷ്ടമായിട്ടുള്ള രീതിയിൽ ഈ വേദങ്ങളും കൂടിയിട്ട് ബ്രഹ്മത്തിൻ്റെ തത്വം അങ്ങനെ പറയാൻ പരിശ്രമിച്ചിട്ടേ ഉള്ളൂ എന്ന് ലക്ഷണാവൃത്തി കൊണ്ട് അങ്ങനെയുള്ള അങ്ങക്ക് നമസ്കാരം എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റൂ. വേദസ്തുതിയിൽ പറയുന്ന മാതിരി ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുക. അതാണ് ഇനിയിപ്പോൾ വരാൻ പോണത്. പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാൽ സദസത പരേ. പരീക്ഷിത്ത് രാജാവ് ശ്രീ ശിവബ്രഹ്മനോട് ചോദിക്കുകയാണ്, ഏ ബ്രഹ്മജ്ഞനായവനെ അനിർദ്ദേശ്യേ നിർഗുണേ സദസത പരേ ബ്രഹ്മണി. അതായത് അനിർദ്ദേശ്യ ഇന്നതാണെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്തതായിട്ടുള്ളതും നിർഗുണേ ഗുണത്രയം ആയിട്ടുള്ള അതിനുള്ള ബന്ധമില്ല, അതായത് അതിനില്ല തീരമില്ലാത്ത ഗുണാതീതമായിട്ടുള്ള അതാണ് സദപരേന്ന്. കാര്യത്തിനും കാരണങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥൂലത്തിൽ സൂക്ഷ്മത്തിൽ ഇതിലേക്ക് ഏറ്റവും ഉപരിയായിട്ട് നിൽക്കുന്ന ഈ ബ്രഹ്മത്തിൽ ഗുണവൃത്തയ ഈ ഗുണസംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രുതയ വേദങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്? വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ ശബ്ദത്തിൽ നിന്നാണല്ലോ വാക്കുണ്ടായത്. അപ്പോൾ ഈ ശബ്ദം എവിടെ നിന്നാണ് ഉണ്ടായത്? താമസിക അഹങ്കാരത്തിൽ നിന്ന്. താമസിക അഹങ്കാരം എങ്ങനെയാണ്? അപ്പോൾ 3 ഗുണങ്ങൾ. അപ്പോൾ ഗുണസംബന്ധമായിട്ടുള്ളതാണ് ഈ വേദങ്ങൾ. അപ്പോൾ ഈ നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തിനെ കഥം ചരന്തി എങ്ങനെ അതിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രത്യക്ഷമായിട്ട് അറിയിപ്പാൻ കഴിയും എന്നൊക്കെയാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. ഈ പരീക്ഷത്തിന് ഇങ്ങനൊരു സംശയം ഉദിക്കാൻ കാരണം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു എന്താണ്? ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതി മകൾ. ആ ബഹുളാശ്യൻ എന്നുള്ള രാജാവിനും അതുമാതിരി ആ ശ്രുതദേവൻ എന്നുള്ള ബ്രാഹ്മണനും ഒരേ കാലത്ത് ഭഗവാൻ ദർശിച്ചിട്ട് അവർക്ക് സന്മാർഗത്തെ ഉപദേശിച്ചും കൊണ്ട് പോയി എന്ന് പറയുകയാണ്. എന്താണ്
ഈ അവിടെ സന്മാർഗം എന്നുള്ളതിന് ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സദാം വേദാനാം ത്രികാണ്ഡ വിഷയാണാം പ്രവൃത്തി പ്രകാരം ആദിശ്യ എന്നാണ് ആ സന്മാർഗം എന്നുള്ളതിന് ശ്രീധരീയത്തിൽ അർത്ഥം കൊടുത്തത്. അതായത് വേദങ്ങളിൽ കാണിച്ച രീതിയിൽ 3 കാണ്ഡങ്ങളാൽ ജ്ഞാനകാണ്ഡവും എന്താണ് കർമ്മകാണ്ഡവും ഭക്തികാണ്ഡവും ജ്ഞാനകാണ്ഡവും ഒക്കെ ആയിട്ടുള്ള ആ വേദ വിഷയങ്ങളായാലും പ്രവൃത്തി മാർഗത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് കാണിച്ചുള്ളതാണ് വേദങ്ങൾ. അതാണ് സന്മാർഗം എന്ന് പറയുന്നത്. ആ സന്മാർഗം എങ്ങനെയാണ്, അതായത് ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി മാർഗമാണ് വേദങ്ങളിൽ പറയണത് എന്നാണ്. അപ്പോഴാണ് പരീക്ഷത്തിന് സംശയം വന്നത്, അതെങ്ങനെയാണ് ഈ വേദങ്ങൾ ബ്രഹ്മത്തിനെ പറ്റി പറയാൻ കഴിയുക വേദങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ വരുന്നത് ഇതെന്നാണ്. അതിന് ശ്രീ ശുബ്രഹ്മർഷി മറുപടി പറയുകയാണ്. ശ്രീ ശുകൗവാച ബുദ്ധീന്ദ്രിയമനപ്രാണൻ ജനാനാം ആസൃജൽ പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനീ കൽപ്പനായ ച. ശ്രീ ശിവബ്രഹ്മർഷി മറുപടി പറയാൻ തുടങ്ങുകയാണ്. പ്രഭുവായിട്ടുള്ള, അതായത് ഈശ്വരൻ, ജനാനാം മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനീ ച, അങ്ങനെയാണ് സർവശക്തനാണ്, നിത്യമുക്തനാണ് ആ ഭഗവാൻ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ സൃഷ്ടി നടത്തിയത്. അതാണ് മാത്രാർത്ഥം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ശബ്ദാദി തന്മാർത്ഥകളെ ഗ്രഹിക്കുന്നു എന്നുള്ള ആളാണ് ബുദ്ധിക്ക് ആ പേര് വരാൻ കാരണം. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ആ പുരുഷാർത്ഥം, അർത്ഥം എന്നുള്ള പുരുഷാർത്ഥം അങ്ങനെ ഉണ്ടാവും. പിന്നെ ഭവം, മാത്രാർത്ഥം ച ഭവാർത്ഥം ച എന്ന് പറഞ്ഞില്ല. ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, കർമ്മരൂപത്തിലുള്ളത്. അതുകൊണ്ട് ധർമ്മം എന്നുള്ള പുരുഷാർത്ഥമാണ് അതിൻ്റെ വിവക്ഷ. പിന്നെ ആത്മനെ എന്നതിൽ ഈ ലോകത്തിലും പരലോകത്തിലുള്ള അനുഭൂതികൾ, അതാണ് കാമം. അങ്ങനെ അകൽപ്പനായിട്ടുള്ള എന്നാൽ എങ്ങനെ ഈ സർവസങ്കല്പ നിവൃത്തി അല്ലെങ്കിൽ മോക്ഷ പുരുഷാർത്ഥം ബുദ്ധി, ഇന്ദ്രിയങ്ങളെ, മനസ്സ്, പ്രാണൻ എന്നിവ ആ ക്രമത്തിൽ ഉപകരിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. അതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഈ 3 പുരുഷാർത്ഥങ്ങളും ഈ രീതിയിൽ സ്വീകരിച്ചതിന് ശേഷം മോക്ഷം പുരുഷാർത്ഥത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങണം, സർവസങ്കല്പ നിവൃത്തി വരാൻ വേണ്ടിയിട്ട്. അതാണ് ശ്രമിക്കേണ്ടത്. ശേഷാഹിപനിഷദ്ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാധാരയേൽയസ്തം ക്ഷേമം ഗച്ഛേൽ അകിഞ്ചന. ബ്രാഹ്മി സാ ഏഷാ ഉപനിഷൽ. അതായത് ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ ഈ സഗുണവും നിർഗുണമുള്ള ബ്രഹ്മങ്ങളെ പ്രതിപാദിക്കുന്ന ഈ ഉപനിഷത് വിദ്യ പൂർവേഷാം പൂർവജൈധൃതായി, പൂർവികന്മാർക്കും പൂർവികന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാൽ ധരിക്കപ്പെട്ടതാണ്. ആരാണോ താം ശ്രദ്ധയാ, ആരാണോ അത് വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ധരിക്കുന്നത് അവൻ അകിഞ്ചന, അതായത് മോക്ഷത്തിന് വിഘ്നങ്ങളാകുന്ന യാതൊരു ഉപാധിയുമില്ലാത്തവനായി തീർന്നിട്ട് ക്ഷേമം ഗച്ഛേൽ, അതായത് ഈ സഗുണ നിർഗുണ ബ്രഹ്മങ്ങളെ പ്രതിപാദിക്കുന്ന ഈ ഉപനിഷത്ത് വേണ്ട രീതിയിൽ ഗ്രഹിക്കുന്ന ആൾക്ക് മോക്ഷത്തിന് തടസ്സമായിട്ടുള്ള മറ്റെല്ലാം തരണം ചെയ്തിട്ട് മോക്ഷം പ്രാപിക്കാൻ കഴിയുമെന്നാണ് പറയണത്. അത്രവേ വർണ്ണയിഷ്യാമി ഗാഥം നാരായണാന്വിതം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. ഇതിന് ശ്രീ ശുകബ്രഹ്മർഷി നേരിട്ട് പറഞ്ഞില്ല ചെയ്യണം. എന്താ വേണ്ടത്, അത് അങ്ങക്ക് വേറെ ഒരു കഥയിൽ കൂടിയിട്ട് പറഞ്ഞു തരാമെന്ന് പറയാണ്. ഇക്കാര്യത്തിൽ അത്ര നാരായണ അന്വിതാം ഗാഥാം തേ വർണ്ണയിഷ്യാമി. ശ്രീ നാരായണ മഹർഷി, ഭഗവാന്റെ അവതാരമല്ല നാരായണ മഹർഷി പറഞ്ഞുള്ളൊരു പൂർവ്വകഥയെ അങ്ങക്ക് വർണ്ണിച്ചു തരാം. അദ്ദേഹം നാരായണ മഹർഷി എന്ത് ചെയ്തു, ഋഷേ നാരായണസ്യ ച നാരദസ്യ ച സംവാദം, അതായത് നാരായണ മഹർഷി നാരദ മഹർഷിയായിട്ടുള്ളൊരു സംവാദത്തിൽ കൂടിയിട്ടുള്ള അത് കൂടിയിട്ടാണ് ഈ കഥ പറയണത്. ഏകദാ നാരദോ ലോകൻ പര്യടൻ ഭഗവൽ പ്രിയ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. ഭഗവൽ പ്രിയ നാരദ, ഭഗവാന്റെ ഭക്തനായിട്ടുള്ള നാരദ മഹർഷി ഒരിക്കൽ ലോകാൻ പര്യടൻ, അങ്ങനെ ലോകത്തിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദാ സനാതനം ഋഷിം, പുരാണ ഋഷിയായിട്ടുള്ള ആ ശ്രീ നാരായണനെ ദ്രഷ്ടും നാരായണാശ്രമം ജയൗ, നാരായണ മഹർഷിയെ കാണാനായിട്ട് നാരായണാശ്രമം എന്ന് പറഞ്ഞാൽ ബദരികാശ്രമത്തിലേക്ക് പോയി. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണം ധർമ്മജ്ഞാനസമോവേദം ആകൽപാദാസ്ഥിതസ്തവ. അവിടെ ഈ ബദരികാശ്രമത്തില്
വൈ ആ നാരായണ ഋഷിയാകട്ടെ അസ്മിൻ ഭാരതവർഷ ഈ ഭാരതവർഷത്തിലെ ഉള്ള നൃണാം ക്ഷേമ എല്ലാ മനുഷ്യരുടെയും ക്ഷേമത്തിനായിക്കൊണ്ടും സ്വസ്തിക്കും വേണ്ടി ധർമ്മജ്ഞാന സമോപേതം ധർമ്മം ജ്ഞാനം വിരക്തി എന്നിവയോടുകൂടിയുള്ള ആകൽപാൽ ആസ്ഥിത തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കൽപ്പകാലത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ അങ്ങനെ അനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം അവിടെ തപസ്. തത്രോപവിഷ്ടമൃഷിഭി കലാപഗ്രാമവാസിഭി പരീതം പ്രണതോ വൃക്ഷൽ ഇതമേവ കുരുദ്വഹ. ഹേ പരീക്ഷിത്തെ കുരുദ്വഹ തത്ര അവിടെ കലാപഗ്രാമവാസിഭി ഈ കലാപഗ്രാമവാസികളായിട്ടുള്ള ഋഷിഭി മഹർഷിമാരാൽ പരീതം ആവൃതനായിട്ട് ഉപവിഷ്ടം അവിടെ ഇരുന്നരുളുന്ന ശ്രീ നാരായണ മഹർഷിയോട് പ്രണത അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇതമേവ വൃക്ഷൽ അങ്ങ് ഇപ്പം എന്നോട് ചോദിച്ചുവല്ലോ അത് തന്നെ അദ്ദേഹത്തിനോട് ഈ നാരദ മഹർഷി ചോദിച്ചു എന്ന് പറയാണ്. എന്താണ്? തസ്മൈ ഹ്യവോചൽ ഭഗവാൻ ഋഷീണം ശൃണ്വതാമിതം യോ ബ്രഹ്മവാദപൂർവേഷം ജനലോകനിവാസിനാം. ഭഗവാൻ ആ ഭഗവാനായിട്ടുള്ള നാരദ മഹർഷി അപ്പോൾ മറുപടിയായിട്ട് ഋഷീണാം ശൃണ്വതാം അവിടെ ആ കലാപഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരനാരായണാശ്രമത്തിൻ്റെ ചുറ്റുമുള്ള അറിയപ്പെടുന്ന ആ ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള മഹർഷിമാരെന്നർത്ഥം ബദ്രിരാജ ശാസ്ത്രം ചുറ്റുമുള്ള അതിനാണ് കലാപഗ്രാമം എന്ന് പറയാം. അവിടെയുള്ള മഹർഷിമാരെല്ലാവരും ഉണ്ട് കൂടെ. അവരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർവേഷാം ബ്രഹ്മവാദ ഇതം ഹി തസ്മൈ ഓജൽ. അതായത് പണ്ടുള്ള ഋഷീശ്വരന്മാർ തമ്മിൽ ഈ ബ്രഹ്മവാദം എന്ന് പറഞ്ഞാൽ ഈ വേദ സംബന്ധമായിട്ടുള്ള എന്തൊരു ചർച്ച നടന്നിരുന്നുവോ അതിനെ തന്നെ അദ്ദേഹത്തിനായി പറഞ്ഞു കൊടുത്തു, നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അത് അതെന്താണ്? ഈ വേദാർത്ഥ വിചിന്തനം നടന്നത് പണ്ട് വേറെ ഒരു ദിക്കിൽ നിന്ന് വെച്ച് നടന്നുണ്ട്. അത് നാരായണ മഹർഷി ഇപ്പം നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് എവിടെയാണ് പറഞ്ഞത്? ജനലോക നിവാസിനാം എന്നാണ്. ഈ ജനലോകത്തിലാണത്രേ ഈ വേദങ്ങൾ ഒക്കെ മൂർത്തിമൽ ഭാവത്തിൽ മൂർത്തികളായിട്ട് അങ്ങനെ താമസിക്കുന്ന ജനലോകത്തിലാണത്രേ. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കേമായിട്ടുള്ളൊരു സത്രത്തിലെ കഥയാണ് ഇപ്പോൾ നാരായണ മഹർഷി ശ്രീനാരദന് ഉപദേശിക്കുന്നത്. ശ്രീ ഭഗവാനുവാച സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവൽപുരാ തത്ര സ്ഥാനം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ഹേ സ്വയംഭുവ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് സ്വയംഭുവ. നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അതാ നാരദ മഹർഷി വിളിക്കുകയാണ് ഹേ സ്വയംഭുവ. എന്താണ്? പുരാ പണ്ട് ജനലോകത്തിൽ വെച്ച് തത്രസ്ഥാനാം മാനസാനാം അവിടെ താമസിക്കുന്നവരും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും ഊർധ്വരേതസം നൈഷ്ഠിക ബ്രഹ്മചാരികളുമായ മുനീനാം ബ്രഹ്മസത്രം അഭവൽ. ആ നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികളൊക്കെ അടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു സത്രം അവിടെ ഉണ്ടായി എന്ന് പറയുകയാണ്. ബ്രഹ്മസത്രം, അതായത് ജ്ഞാനവിചാര സത്രമാണ് അവിടെ ഉണ്ടായത്. പക്ഷെ എന്താണ് അങ്ങ് അവിടെ ഉണ്ടാവാതിരുന്നത് ആ സമയത്ത്? ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്ത ശ്രുതയോ യത്ര ശേരതേ തത്രഹായമഭൂൽ പ്രശ്ന ത്വം മാം യമനുവൃച്ഛസി. അവിടെ വെച്ചിട്ട് തത്ര ഹായം അഭൂൽ പ്രശ്ന ത്വം അങ്ങ് ഇപ്പം എന്നോട് ചോദിച്ചുള്ള ഈ ചോദ്യം ഉണ്ടല്ലോ അത് അയം പ്രശ്ന അത് അവിടെയും ആവിർഭവിക്കുകയുണ്ടായി. തത്ര ആ വേദാർത്ഥ വിചാര സദസ്സിൽ വെച്ച് തന്നെ അങ്ങനെ ആവിർഭവിക്കുകയുണ്ടായി എന്ന് പറയുകയാണ്. അങ്ങ് എന്താ അവിടെ ചെയ്യാതിരുന്നത്? ത്വയി ശ്വേതദ്വീപം തദീശ്വരം ദ്രഷ്ടും ഗതവതി. അങ്ങ് ശ്വേതദ്വീപിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ അധിപനായിട്ടുള്ള അനിരുദ്ധമൂർത്തിയെ കാണാൻ വേണ്ടിയിട്ട് പോയ അവസരത്തിലാണ് ഈ ജനലോകത്തിലെ ഈ സത്രം നടന്നത് എന്ന് പറയുകയാണ്. എന്താണ് ഈ ബ്രഹ്മസത്രം നടന്നതെന്ന് പറയുകയാണ്. അതാണ് തുല്യശ്രുത തപശീല തുല്യസ്വീയാരിമധ്യമ ചക്രു പ്രവചനം ഏകം ശുശ്രൂഷവോപരേ. അവിടെയുള്ള എല്ലാവരും എങ്ങനെയറിയോ? തുല്യശ്രുത തപശീല ഒരേപോലെ ശാസ്ത്രജ്ഞാനമുള്ളവരാണ്, തപസ്സുള്ളവരാണ്, അതേമാതിരി സ്വഭാവമുള്ളവരാണ്. പിന്നെയോ തുല്യസ്വീയ അരിമധ്യമ ഒരേപോലെയാണ് അവർക്ക് മിത്രങ്ങളും ശത്രുക്കളും ഉദാസീനം എല്ലാവരെയും സമഭാവത്തിൽ ഇങ്ങനെ കാണുന്നവരാണ്. എങ്കിൽ കൂടി ഏകം പ്രവചനം അവരെ ശുശ്രൂഷവ ചക്രു. അതായത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അറിവുണ്ടെങ്കിലും ഒരാൾ ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് ഒരാൾ വക്താവായിട്ടും ബാക്കിയുള്ള എല്ലാവരും ശ്രോതാക്കളുമായിട്ട് അങ്ങനെ സത്രം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിയുന്ന കാര്യത്തിന് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ബാക്കിയുള്ള ലോകത്തിലെ എല്ലാവർക്കും അറിവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സനന്ദന ഉവാച സ്വസൃഷ്ടമിതമാവീയ ശയാനം സഹശക്തിഭി തദന്തേ ബോധയൻ ചക്രു തല്ലിംഗൈ ശ്രുതയ പരം. അപ്പൊ ഈ ചോദിച്ചില്ല ഏതാണ്, എങ്ങനെയാണ് വേദങ്ങള് വർത്തിക്കുന്നത്, നിർഗുണ ബ്രഹ്മത്തില് ഗുണസ്വരൂപികളായുള്ള വേദങ്ങൾ എങ്ങനെ വർത്തിക്കണേ എന്നുള്ള ചോദ്യം വന്നപ്പോൾ സനന്ദൻ എന്ന് പറഞ്ഞാൽ സനകാദിയുള്ള സനന്ദനാണ് അതിന് മറുപടി പറയണത്. എന്താണ്? സ്വസൃഷ്ടം ഇതം ആവീയ, അതായത് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ വിശ്വത്തെ ആകമാനം തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് ശക്തിഭി സഹശയാനം പരം, അതായത് ആ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ഈ ശക്തികളെ മുഴുവൻ പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുത്തിട്ട് യോഗനിദ്രയിൽ ശയിക്കുന്ന സാക്ഷാൽ ആ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഈശ്വരനെ തദന്തേ, ഏതിൻ്റെ അന്തത്തിൽ? ഈ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, അതായത് അദ്ദേഹത്തിന് ആ ഉറക്കം ഈ വീണ്ടും സൃഷ്ടി ആരംഭിക്കേണ്ട സമയമായി. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്താണല്ലോ ഭഗവാൻ യോഗനിദ്രയിലിരിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ആ ശ്രുതയ വേദങ്ങൾ തല്ലിംഗൈ ആ പരമപുരുഷ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന സ്തുതിവാക്യങ്ങളാൽ ബോധയാൻ ചക്രു. ഏതുമാതിരി? യഥാശയാനം സമ്രാജം വന്ദിന തൽപരാക്രമൈ പ്രത്യൂഷേഭ്യേത്യ ശുശ്ലോകൈർ ബോധയന്യനുജീവിന. ഏതുമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശയാനം സമ്രാജം, ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ചക്രവർത്തിയെ പ്രഭാതകാലത്ത് അനുജീവിന, അദ്ദേഹത്തിനെ തൻ്റെ സ്തുതിപാഠകന്മാര് അത് ആശ്രയിച്ച് ജീവിക്കുന്ന സ്തുതിപാഠകന്മാർ പ്രത്യൂഷേ അഭ്യേത്യ പ്രഭാതത്തിൽ ചെന്ന് ചേർന്നിട്ട് ശുശ്ലോക അദ്ദേഹത്തിൻ്റെ കീർത്തികളോടുമായിട്ടുള്ള തൽപരാക്രമ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളാൽ യഥാബോധയന്തി എപ്രകാരം പള്ളിക്കുറിപ്പ് ഉണർത്തുന്നുവോ അതുപോലെയാണ് ഈ വേദങ്ങളെല്ലാവരും സൃഷ്ടിയുടെ ആദ്യത്തിൽ ആ ഭഗവാനെ സ്തുതിച്ചത് എന്നാണ്. ഭഗവാനെ സ്തുതിച്ചത് എങ്ങനെയാണ്? ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിൽ ഉറങ്ങണ സമയത്ത് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യങ്ങൾ അങ്ങനെ പാടിയിട്ട് ഈ സ്തുതിപാഠകന്മാരൊരു ചക്രവർത്തിയെ ഉണർത്തുന്ന മാതിരി സൃഷ്ടിയുടെ ആദ്യത്തിലെ പ്രഭാതത്തിലെ വേദങ്ങൾ ഉണർത്തി. അങ്ങനെ ഒരു രീതിയിലാണ്. ഇനി എന്താണ് ആ ഭഗവാന്റെ മഹത്വങ്ങൾ എങ്ങനെയാണ് ഇവർ ഈ ശ്രുതികൾ അങ്ങനെ പാടി പുകഴ്ത്തുകയാണ്. അതാണ് ശ്രുതിഗീത എന്ന് പറയുന്നത്. ശ്രുതയ ഊചോ ജയ ജയ ജഹ്യജം അജിത ദോഷഗൃവീത ഗുണം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗ അഗജഗദോഗസം അഖില ശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരേ നിഗമാ. ആദ്യത്തെ സ്തുതിയാണ് ഭോ അജിത എന്നാണ് വിളിക്കുന്നത്. അതായത് ആരൊന്നിനാലും യാതൊന്നിനാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനെ, അഖില ശക്തി അവബോധക, എല്ലാ ശക്തികളെയും അവബോധം ചെയ്യുന്നു. എല്ലാ ശക്തികളുടെയും ഉള്ളിൽ ആ അവബോധം കോൺഷ്യസ്നെസ് ആയിട്ടിരിക്കുന്ന നിന്തിരുവടി ജയ ജയ, അങ്ങ് സർവോത്കർഷേണ ജയിച്ചാലും എന്നിട്ടോ അഗജഗതോഗസം, അതായത് അഗജഗതോ സർവ സ്ഥാവര ശരീരങ്ങളിലും ജംഗമ ശരീരങ്ങളിലും ധരിച്ചുള്ള ഈ ജീവരാശികളുടെ ദോഷഗൃഭീത ഗുണം, ദോഷത്തിനായി അങ്ങ് സ്വീകരിച്ചിട്ടുള്ള സത്വാദി ഗുണങ്ങളോട് കൂടിയ അജ എന്ന് പറഞ്ഞാൽ മായ, ഈ മായയെ ജഹി, അങ്ങ് അതിനെ ഹനിച്ചാലും യൽ, എന്തുകൊണ്ടെന്നാൽ ത്വം ആത്മനാ സമവരുദ്ധ സമസ്ത ഭഗ, കാരണം അങ്ങ് സ്വയം തന്നെ ഈ എല്ലാ ഐശ്വര്യങ്ങളാലും കൂടിയിട്ടുള്ള ആളാണ്. സമവരുദ്ധ സമസ്ത ഭഗ, സ്വയം തന്നെ ആസി ആകുന്നു. ചിലപ്പോൾ അജയാ, ചില സമയത്ത് അങ്ങനെയാണ് മായയോട് ചേർന്നുകൊണ്ടിരിക്കും. കൊച്ചിൽ ചിലപ്പോൾ ആത്മാനാജ, ചില കാലത്ത് ആത്മസ്വരൂപത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് നിഗമ അനുചരയിൽ, ഈ വേദങ്ങളും ഞങ്ങളും അങ്ങയെ തന്നെ അനുവർത്തിക്കുന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകം. അതായത് ഈ ഓരോരോ ശ്രുതിഗീതയുടെ ഓരോരോ ശ്ലോകത്തിനെയും ശ്രീധരാചാര്യർ വളരെ എളുപ്പത്തിൽ ഒരു ശ്ലോകങ്ങളൊക്കെ അങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് ആ ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം കൂടിയാണ് പറയുന്നത്. നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി. എന്താണ്? ജയ ജയ അജിത ജഹ്യഗജംഗമാവൃതിം അജം ഉപനീതമൃഷാഗുണം നഹി ഭവന്തമൃതേ പ്രഭവന്ത്യമീ നിഗമഗീത ഗുണർണവതാത്തവ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം. ഈ അജിത, അങ്ങ് സർവോത്കർഷേണ ജയിച്ചാലും ഈ കപടമായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് ഈ ചരാചര പ്രാണികളെ മൂടിയിരിക്കുന്ന മായയെ നീ
നീക്കിക്കളയണേ ഭഗവാനെ. നിന്തിരുവടിക്കല്ലാണ്ട് മറ്റാർക്കും അത് സാധിക്കില്ല. ഭവാൻ സകല ഗുണങ്ങളുടെ സമുദ്രമാണെന്ന് ഈ വേദം ഉദ്ഘോഷിക്കുന്നു. ബൃഹദുപലബ്ധമേതവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃതിവാ വികൃതൽ അതഋഷയോ ദധു ത്വയി മനോവചനാചരിതം കഥം അയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. അവശേഷതയാ ഏതൽ ഉപലബ്ധം, അതായത് എല്ലാം നശിച്ചാലും ബാക്കിയായിട്ട് ശേഷിച്ചിരിക്കുക ഏതാണ് ആ അവസ്ഥയിൽ, ആ അവസ്ഥ ഹേതുവായിട്ട് ഏതൽ ഉപലബ്ധം, ഈ കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായ എല്ലാം ബൃഹൽ ബ്രഹ്മം തന്നെയാണ് എന്ന് ഋഷയ അവയന്തി, ഋഷിമാര് മനസ്സിലാക്കുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവികൃതാൽ യഥ മൃതിവാ വികൃതേ, അതായത് അവികൃത എന്ന് പറഞ്ഞാൽ വികാരമില്ലാത്ത യഥാ ഏതൊന്നിൽ നിന്ന് അല്ലെങ്കിൽ യാതൊരു ബ്രഹ്മത്തിൽ നിന്ന് മൃതിവ മണ്ണിൽ നിന്ന് എന്ന പോലെ വികൃതേ വികാരത്തിന് ഉദയാസ്തമയവും, ഉദയാസ്തമയം എന്ന് പറഞ്ഞാൽ ഉണ്ടാവലും ഉൽപ്പത്തിയും ഭംഗവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹേതുവായിട്ട് തൊയി ആ നിന്ദ്രുവിളിയിൽ തന്നെ ഋഷികൾ മനോവചന ആചരിതം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമുള്ള വ്യാപാരത്തെ ദധു സമർപ്പിച്ചു. നൃണാം ദത്തപദാനി ഭുവി അയഥാ കഥം ഭവന്തി, അതായത് മനുഷ്യരുടെ വെക്കപ്പെട്ട കാലടികള് ഭൂമിയിലല്ലാണ്ട് എവിടെ എങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശ്ലോകത്തിലെ അർത്ഥം പറയാം, അപ്പോൾ വേദത്തിൽ മനസ്സിലാവും. ദ്രുഹിണ വന്നി രവീന്ദ്രമുഖാമര ജഗതിദം ന ഭവേൽ പൃഥഗുത്ഥിതം ബഹുമുഖൈരവി മന്ത്രഗണൈർ രജസ്ത്വം ഒരു മൂർത്തിരതോ വിനിഗദ്യതേ, അതായത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി മുഴുവൻ ബ്രഹ്മാവ്, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ ഇത്യാദി എങ്ങനെ ആ ദേവന്മാരാണെന്നതുകൊണ്ട് അവരെയൊക്കെ പറ്റി വേദങ്ങളിൽ സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ലോകം ബ്രഹ്മമായിട്ടുള്ള നിന്തിരുവടി തന്നെയാണെന്ന് അങ്ങല്ലാണ്ട് വേറൊന്നും അല്ല എന്ന് ഉറപ്പിച്ചുള്ള ആൾക്കാർക്ക് എന്താണ് അതിന് മാറ്റം വരണില്ല. അതുകൊണ്ട് ഈ ദേവന്മാരെയൊക്കെ സ്തുതിക്കുന്ന ആ മന്ത്രങ്ങളെല്ലാം ഉണ്ടല്ലോ വേദങ്ങളിൽ, അതെല്ലാം ആദി കാരണവും അനേക രൂപിയായിട്ടുള്ള അങ്ങേ തന്നെയാണ് പ്രകീർത്തിക്കുന്നതാണ്. വേദസ്തുതികൾ മുഴുവൻ പല ദേവന്മാരെ പറ്റിയിട്ടാണ്. അതെല്ലാം ആ ബ്രഹ്മത്തിനെ പറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ നിന്നാണ് മറ്റുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായത് വെച്ചാൽ അത് മണ്ണ് തന്നെയില്ല. അതുമാതിരി ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ എവിടെ ചവിട്ടിയാലും ഭൂമിയിൽ തന്നെ ചെരുപ്പിട്ടിട്ട് നമ്മളൊരു ദിക്കിൽ ചവിട്ടിയാലും അതും അവസാനൻ്റെ അടിസ്ഥാനം ഏതാണ്? ഭൂമി തന്നെയല്ലേ. അതുമാതിരി ഒരു കല്ലിലോ ഇഷ്ടിയിലൊക്കെ അതുമാതിരി പരോക്ഷമായിട്ട് ഭൂമി തന്നെ ചവിട്ടുന്നത് മാതിരി ഈ സഗുണോപാസനയെ കൂടിയിട്ട് നമ്മൾ ദേവന്മാരെയൊക്കെ ഭജിക്കുക വെച്ചാലും നിർഗുണമായിട്ടുള്ള ആ ബ്രഹ്മത്തിലേക്കാണ് ഉപാസന അതുമാതിരി സാധ്യമാകുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇതിരവസൂരയസ്ത്ര്യധിപതേഖില ലോകമല ക്ഷവണ കഥാമൃതബ്ധിമവഗഹ്യതവാംസി ജഹു കിമുദ പുനഃസ്വധാമ വിദുദാശയ കാലഗുണാ പരമ ഭജന്തിയേ പദം അജസ്രസുഖാനുഭവം. എന്താണ് ത്ര്യധിപതേ പരമ, 3 ഗുണങ്ങളുടെ അധിപനും പരമേശ്വരനുമായവനെ സൂരയാ ഇതി വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർ ഇപ്രകാരം തന്നെ എന്ന് കരുതിയിട്ട് തവ അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം, സകല ജനങ്ങളുടെയും കർമ്മദോഷത്തെ, അതാണ് മലക്ഷപണ നശിപ്പിക്കുന്നതായിട്ടുള്ള സൽക്കഥയാകുന്ന അമൃത സമുദ്രത്തിലേക്ക് അവഗാഹ്യ, അതിലങ്ങനെ ആണ് മുങ്ങിയിട്ട് തവാംസി ജഹു, തവാംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപത്രയങ്ങൾ, അതിനെ 3നെയും ഉപേക്ഷിച്ചിരിക്കുന്നു പറയുകയാണ്. ഭഗവത് കഥയാമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയിട്ട് പുന യാതൊരുവർ പിന്നെ സ്വധാമ വിധുത ആശയ കാലഗുണ, തങ്ങളുടെ ആ സ്വരൂപ സാക്ഷാത്കാരത്താൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള അന്ധക്കരണ ധർമ്മങ്ങളോടും അതുമാതിരി കാലധർമ്മങ്ങളോടൊക്കെ കൂടിയവരായിട്ട് ഭവിച്ച് അജസ്രസുഖ അനുഭവം, ശാശ്വതമായുള്ള ആനന്ദത്തിൻ്റെ അനുഭവത്തോട് കൂടിയിട്ടുള്ള പദം, ആ ബ്രഹ്മസ്വരൂപത്തെ ഭജിക്കുന്നുവോ അവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സാധാരണക്കാർക്ക് തന്നെ ദേവന്മാരെയൊക്കെ ഭജിച്ചതിന് ശേഷം ആ നിർഗുണ ബ്രഹ്മത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പിന്നെ ഭഗവത് കഥകളാകുന്ന ആ സമുദ്രത്തിലെ അമൃത സമുദ്രത്തിലെ ആഴ്ന്നു മുങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം തീർന്നു പോയിരിക്കണോ, അവരുടെ പിന്നെ കഥ പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
സകല ദേവഗണേരിത സൽഗുണസ്തമിതി സർവമനീഷിജനാ രഥാത്വയി സുഭദ്രഗുണശ്രവണാദിവി തവ പദസ്മരണേന ഗതക്ലമാ. സകല ദേവഗണങ്ങളാലും വാഴ്ത്തപ്പെട്ട സൽഗുണങ്ങളോടുകൂടിയ ദേവാദിദേവനാണ് നിന്തിരുവടി എന്ന് അറിഞ്ഞിരിക്കുന്ന എല്ലാ വിവേകികളും എന്തു ചെയ്യും? അങ്ങയുടെ ആ സൽക്കഥാശ്രവണത്താലും സ്വരൂപധ്യാനത്താലും ആ താപങ്ങളെയെല്ലാം തീർത്ത് അങ്ങയിൽ തന്നെ രമിക്കുന്നതാണ്. ധൃതയൈവ സന്ധ്യോ യതിരേനുവിദാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദ പുരുഷവിധോന്വയോത്ര ചരമോന്നമയാതിരുയ സദസദ പരം ത്വമത യതിഷ്വവശേഷമൃതം അനുവിധായതി. അതായത് അനുസരിക്കുന്നവരാണ് എങ്കിൽ തേ അസുഭൃത ആ മനുഷ്യർ തേ ശ്വസന്തി അങ്ങയുടെ മാർഗം, അതായത് അങ്ങയുടെ മാർഗം അനുസരിക്കുന്നവരാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ശ്വസിക്കുന്നുണ്ട്. ധൃതയ ഇവ ഇല്ല അല്ലാന്നുണ്ടെങ്കിലോ, അതായത് ഈ മാർഗം ശീലിക്കാത്ത ആൾക്കാർ ഉലകളെ പോലെയാണെന്ന് പറയുകയാണ്. ഉലകൾ എന്ന് പറഞ്ഞാൽ ഈ കരുവാൻ്റെ ആലയിലുള്ളതില്ലേ, അതായത് അവർ ശ്വാസോച്ഛ്വാസം ആ കാറ്റ് പുറത്തു പോകണ്ടെങ്കിലും അവർ ശരിക്കുള്ള വെറും ജീവന്മാരല്ല അവരെന്ന് പറയുകയാണ്. അവർ ഉലകളും ശ്വസിക്കുന്നുണ്ട്, അതുമാതിരി ഉള്ളൂ എന്ന് പറയുകയാണ്. മഹദഹമാദയ മഹത്വത്വം അഹങ്കാരം മുതലായവ ഏതനുഗ്രഹത യാതൊരു ഭവാന്റെ അനുഗ്രഹം ഹേതുവായിട്ട് അണ്ഡം അസൃജൻ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. പുരുഷവിധ അതിൽ അന്നമയാദി പഞ്ചകോശത്തിൻ്റെ രൂപം പോലെയുള്ളവനായിട്ട് അത്ര ഇതിൽ അന്വയ ഒത്തുചേർന്നിരിക്കുന്നവൻ അങ്ങാണ് യഥാർത്ഥത്തിൽ. ഈ അന്നമയാദിഷു അന്നമയം പ്രാണമയം എന്നുള്ള കോശങ്ങളിലെ പഞ്ചകോശങ്ങളിലെ ഒടുവിലത്തേത് ചരമ ഏതൊന്നാണോ അത് ത്വം നിന്തിരുവടി തന്നെയാണ്. ആനന്ദമയ കോശം എന്ന് പറയില്ലേ, അത് അങ്ങ് തന്നെയാണെന്ന് പറയുകയാണ്. സത് അസത അതെങ്ങനെയാണ്? അത് സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരമായിട്ടുള്ളതാണ്. യേഷു അവശേഷം ഇതെല്ലാറ്റിൻ്റെയും അവസാനിച്ച് ശേഷിച്ച് നിൽക്കുന്നതാണത്. അത് നിന്തിരുവടി തന്നെയാണ്. അധ ഋതം. അപ്പം അതുകൊണ്ട് എന്താണ്? ഏകമാത്രമായിട്ടുള്ള സത്യം നിന്തിരുവടി മാത്രമാണ് എന്ന് പറയുകയാണ്. ഈ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഈ കോശപഞ്ചകത്തിൽ ഒടുവിലത്തേതല്ല ആനന്ദമയ കോശം ഭഗവാൻ തന്നെയാണ്. മറ്റെല്ലാ കോശങ്ങളും എല്ലാം ഇല്ലാണ്ടായി തീർന്നാലും അവശേഷിക്കുന്ന ഏതാണ്? ആ ആനന്ദമയ കോശം മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള അങ്ങ് മാത്രം എന്ന് പറയുകയാണ്. നരവപു പ്രതിപദ്യതി ത്വയി ശ്രവണവർണ്ണന സംസ്മരണാദിഭി നരഹരേ ന ഭജന്തി നൃണം ഇതം ദ്രിവദുച്ഛ്വസിതം വിപലം തഥാ. ഹേ നരസിംഹമൂർത്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധരാചാര്യ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത്. ഈ ജീവന്മാരെല്ലാവരും മനുഷ്യ ശരീരത്തെ ലഭിച്ചിട്ടും ശ്രവണം കീർത്തനം സ്മരണം ഇങ്ങനെയുള്ള പല വിധികളാൽ അങ്ങേ ഭജിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്? ശ്വാസോച്ഛ്വാസം വെറും നിഷ്ഫലാണ്. കൊല്ലൻ്റെ ഉലയെ പോലെ വെറും വായുഗതാഗതം മാത്രമായി തീരുകയാണ് എന്നാണ് ശ്രീധരാചാര്യ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഉദരമുപാസതേ ഋഷിവർമ്മസുകൂർപ്പദൃശ പരിസര പദ്ധതിം ഹൃദയമാരുണയോ ദഹരം തദ ഉദകൽ അനന്തതവധാമശിര പരമം പുനരികയൽ സമേത്യ ന പതന്തി കൃതാന്തമുഖേ. ഹേ അനന്ത, ഒരിക്കലും അന്തമില്ലാത്ത കണ്ടുപിടിക്കാൻ കഴിയാത്തവനെ ഋഷിവർമ്മസു ഋഷിമാരുടെ ഓരോ തരത്തിലുള്ള സമ്പ്രദായങ്ങളിൽ യാതൊരുത്തർ കൂർപ്പദൃശ നല്ല കാഴ്ച പോരാത്തവരായിരിക്കുന്നുവോ അവർ ഉദരത്തെ അത് അവർ ഭജിക്കുമെന്ന് പറയുകയാണ്. ആരുണികൾ എന്ന് പേരിനാൽ അറിയപ്പെടുന്ന യോഗികള് പരിസരബദ്ധ നാഡികളുടെ പ്രസരണസ്ഥാനമായിരിക്കുന്ന ഹൃദയത്തിലുള്ള ആ ദഹരാകാശ രൂപമായുള്ള ജ്യോതിസിനെ ഉപാസിക്കുന്നു. ആ ഹൃദയത്തിൽ നിന്ന് തവ ധാമ അങ്ങയുടെ ആസ്ഥാനമായി പരമം അതിശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള ആ സുഷുമ്ന എന്ന ജ്യോതിർമയ നാഡി ശിരസ് വരെ ഉദകാൽ ഉയർന്നു പോയിരിക്കുന്നു. യാതൊരു മാർഗത്തെ സമേത്യ ആ മാർഗത്തെ ആശ്രയിച്ചാൽ പിന്നെ കൃതാന്തമുഖേ ന പതന്തി അങ്ങനെയുള്ള ആ ഊർധ്വഭാഗത്തിലുള്ള ആ ശിരോഭാഗത്തുള്ള ഭാഗത്ത് തന്നെ ഭജിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് ഈ മൃത്യുവക്രത്തിലേക്ക് വീണ്ടും തിരിച്ചു വരവില്ല എന്ന് പറയുകയാണ്. അത് രണ്ട് തരത്തിലുള്ള യോഗങ്ങളെ പറ്റിയാണ് പറയണത്.
ഹഠയോഗം, ലയയോഗം, യന്ത്രയോഗം, അങ്ങനെ പല തരത്തിലുള്ള യോഗം. ഇതിലുള്ള ഈ യന്ത്രയോഗത്തിൽ 2 തരത്തിലുള്ള യോഗങ്ങളിൽ പോയാലും ചിലരുണ്ടല്ലോ ഉദരമാർഗത്തിൽ ഭജിക്കും, വേറെ ചിലര് ശിരോമാർഗത്തിൽ വെച്ച് ഭജിക്കുന്നു പറയുകയാണ്. ഇക്കൂട്ടരെ ഈ അനാഹതത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് സൂക്ഷ്മദൃക്കുകളിലായിട്ടുള്ള ആരുണികളുടെ അതേ മാർഗം തന്നെയാണ്. 2 പേരും എത്തിച്ചേരുന്നത് അങ്ങയിൽ തന്നെയാണെന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഉദരാദിഷു യ പുംസാം ചിന്തിതോ മുനിവർത്മഭി ഹന്തി മൃത്യുഭയം ദേവോ ഹൃദ്ഗതം തമുപാസ്മഹേ. അതായത് ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ഋഷിപ്രോക്തന്മാരായിട്ടുള്ള മാർഗങ്ങളിൽ വെച്ച് ആ ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ഏത് മാർഗത്തിലായാലും, അനാഗത ചക്രത്തിലായാലും അല്ലെങ്കിൽ ഉദരത്തിലുള്ള അവിടെ ചക്രത്തിലായാലും എവിടെ വെച്ചിട്ടായാലും ഭഗവാനെ ഭജിക്കുന്ന യോഗീശ്വരന്മാരുണ്ടല്ലോ, അവരെല്ലാവരും ആ ഹൃദയാന്തർഗതനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപാസിക്കുന്നതെന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവഹേതുതയാ തരതമതശ്ചകാസ്യനലവൽ സ്വകൃതാനുകൃതി അഥ വിദതാ സ്വമൂഷു അവിദതം തവ ധാമസമം വിരജതിയോന്വയന്ത്യഭിവിവണ്യവ ഏകരസം. സ്വകൃത വിചിത്രയോനിഷു, തന്നാൽ തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഈ ശരീരങ്ങളിൽ ഹേതുതയ, അതിൻ്റെ ആ കാരണത്വം കൊണ്ട് വർത്തിക്കുന്നുകൊണ്ട് വിശൻ ഇവ, അവയിൽ അങ്ങനെ പ്രവേശിച്ചവനെ തോന്നിച്ചുകൊണ്ട് സ്വകൃത അനുകൃതി, താൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആകൃതികളെ അനുകരിച്ചവനായി അനലവൽ, ഒരു അഗ്നിയെപ്പോലെ തരതമത കുറഞ്ഞും ഏറിയും ചകാസി അങ്ങ് ശോഭിക്കുന്നു. അതായത് അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ആ താൻ തന്നെയാണ് സൃഷ്ടിച്ചതെന്നുള്ളത് കൊണ്ട് താൻ പ്രവേശിച്ച പോലെ തോന്നിച്ചുകൊണ്ട് അതിലങ്ങനെ കഴിയണു. ഏതിന് അതിൻ്റെ ആകൃതി വ്യത്യാസത്തിനനുസരിച്ച് അഗ്നിയില്ലേ, ചെറുതിലും വലുതിലൊക്കെ പല രീതിയിൽ ആ ഉപാധികളുടെ വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് വലുതായും കൊണ്ട് അഗ്നി ഇരിക്കുന്നില്ലേ, അതുമാതിരി അങ്ങും അതേമാതിരി ശോഭിക്കുന്നു എല്ലാ വസ്തുക്കളിലും. ആ വിധതം സമം ഏകരസം തവ ധാമ, അത് എന്നാലോ സത്യമായിട്ടും സമമായിട്ടും ഒരേ രസത്തോടും കൂടിയിട്ടുള്ള അങ്ങയുടെ ആ സ്ഥാനത്തെ അഭിവപണ്യവ, സകല കർമ്മഫലത്തെയും വെടിഞ്ഞിരിക്കുന്ന രജോഗുണ വിഹീനന്മാര് അന്വയന്തി അറിയുന്നുണ്ട്. അതായത് അങ്ങാണ് ഇതിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം അതീതമായിട്ടുള്ള സ്ഥാനത്തിലാണ് അങ്ങ് ഇരിക്കുന്നത് എന്നുള്ളത് മറ്റുള്ള ഗുണങ്ങളെയൊക്കെ തിരിച്ചുള്ള രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും തിരിഞ്ഞുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ സാത്വിക ഭാവത്തിൽ ഭക്തിയോടുകൂടിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങാണ് അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സ്വനിർമ്മിതേഷു കാര്യേഷു താരതമ്യ വിവർജിതം സർവാനുസ്യൂത സന്മാത്രം ഭഗവന്തം ഭജാമഹേ. അതായത് താൻ സൃഷ്ടിച്ചുള്ള എല്ലാ വസ്തുക്കളിലും അതിൻ്റെ വലിപ്പ ചെറുപ്പ ഭാവം കൂടാണ്ട് നിറഞ്ഞിരിക്കുന്നവനായിട്ടുള്ള എന്നാലും എല്ലാറ്റിലും സത്താമാത്രമായിട്ടിരിക്കുന്ന ഭഗവാനെ ഞങ്ങൾ ഭജിക്കുന്നു. സ്വകൃതപുരീഷ്വമീഷു ബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവനം ഭവത ഉപാസതെ അംഘ്രിമഭവം ഭുവി വിശ്വസിതാ. അമീഷു സ്വകൃതപുരേഷു, അതായത് ഇപ്രകാരം താനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരങ്ങളിൽ ബഹിരന്തര സംവരണം, പുറത്തും അകത്തും യാതൊരു മറവുമില്ലാതെ ഇരിക്കുന്ന ആ പുരുഷം, ആ ജീവാത്മാവിനെ അഖില ശക്തിധൃത സമസ്ത ശക്തികളും ധരിക്കുന്ന തവ അംശകൃതം, ജീവാത്മാവിനെ അങ്ങയുടെ തന്നെ അംശമായിട്ടും കാര്യമായിട്ടും പറഞ്ഞു വരുന്നു. വദന്തി ഇതി എന്നിങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് നൃഗതി ജീവന്റെ തത്വത്തെ വിവിച്ച വേണ്ട രീതിയിൽ വിവേചിച്ചറിഞ്ഞിട്ട് ഭൂവി, ഈ ഭൂമിയിലുള്ള കവയ ക്രാന്തദർശികളായവര് നിഗമാവനം, ഈ വേദോക്ത കർമ്മങ്ങളുടെ കേന്ദ്രമായിരിക്കുന്നതും അഭാവം സംസാര നിവൃത്തി വരുത്തുന്നതുമായ ഭവത അംഘ്രിം അങ്ങയുടെ ശ്രീപാദത്തെ വിശ്വസിത ഉപാസത, വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ട് ഉപാസിക്കുന്നു. ത്വദംശസ്യം മമേശാന ത്വന്മായയാകൃതബന്ധനം ത്വദംഘ്രിസേവാമാദിശ്യ പരാനന്ദ നിവർത്തയാ. ഭഗവാൻ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള എനിക്ക് ഈ ഭഗവാന്റെ പാദാർച്ചനങ്ങളെ സേവിക്കാൻ കൽപ്പന തന്ന് അങ്ങയുടെ മായയാൽ രചിതമായുള്ള ബന്ധനത്തെ തീർത്തു തരണേ ഭഗവാനെ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ശ്രീധരാചാര്യ പറഞ്ഞിരിക്കുന്നത്. ദുരഭഗമാത്മതത്വനിഗമായ തവാത്തതനോ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ ന പരിരക്ഷന്തി കേചിൽ അവവർഗമീശ്വരതേ
ചരണസരോജ ഹംസ കുലസംഗ വിസൃഷ്ട ഗൃഹാ. ഹേ ഈശ്വര, ദുരധികമ ആത്മതത്വ നിഗമായ, വളരെയധികം മനസ്സിലാക്കാൻ വിഷമമുള്ള ആത്മതത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആത്തതനോ അതിനുവേണ്ടി സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ തവ അങ്ങയുടെ ചരിത മഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണ, അങ്ങയുടെ ആ ഓരോ അവതാരം എടുക്കുന്ന അതിൽ നിന്ന് അതിൻ്റെ കഥകളാൽ ആകുന്ന അമൃത സമുദ്രത്തിലേക്ക് അങ്ങനെ ഇറങ്ങുക. കാരണം മറ്റുള്ള പരിശ്രമങ്ങളിൽ നിന്നെല്ലാം അകന്നവരായിട്ടുള്ള ആൾക്കാർക്ക് ചിലർക്ക് കേജിൽ തേ ചരണ സരോജ ഹംസ കുലസംഗ വിസൃഷ്ട ഗൃഹ, അങ്ങയുടെ തൃപ്പാദമാകുന്ന ആ താമരപ്പൂവില് ഹംസങ്ങൾ എന്ന പോലെ ലഭിക്കുന്ന അങ്ങയുടെ ഭക്തസംഘത്തോടുള്ള സംഘം കാരണം കൊണ്ട് പരിത്യജിക്കപ്പെട്ട എല്ലാ മറ്റുള്ള ബന്ധങ്ങൾ, അതായത് വിസൃഷ്ട ഗൃഹബന്ധങ്ങളൊക്കെ കൂടിയവരായിട്ട് അപവർഗം പരിലഷന്തി, അവർക്ക് മോക്ഷം കൂടി ആഗ്രഹമില്ലാത്ത അവസ്ഥയിലെത്തിച്ചേരുന്നു അവരെന്ന് പറയുകയാണ്. ത്വത്കഥാമൃതപാഥോദൗ വിഹരന്തൗ മഹാമുദ കുർവന്തി കൃതിന കേജ് ചതുർവർഗം തൃണോപമം. ചില മഹാത്മാക്കള് അങ്ങയുടെ കഥാമയമായിട്ടുള്ള അമൃതസാഗരത്തിൽ അങ്ങനെ ആണ്ട് മുങ്ങിയിട്ട് അതിലെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതിനെല്ലാവരും അവർ തൃണവൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവർക്ക് അങ്ങയുടെ ആ ഭക്തി ആനന്ദത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയും വേണം. അതായത് ഒരു പഞ്ചമ പുരുഷാർത്ഥമായിട്ട് ഭക്തി കണ്ടുകൊണ്ടാണ് ആ ശ്ലോകത്തിന്റെ. ത്വദനുപഥം കുലായമിതമാത്മസുഹൃൽ പ്രിയവച്ചരതി തതോന്മുഖേ ത്വയിഹിരേ പ്രിയ ആത്മനിജ നബദരമന്ധ്യഹോ ആസതുവാസനയാത്മഹനോ യദനുശയ ഭ്രമന്ത്യുരുപയേ കുശരീരവൃത. ത്വദനുപഥം, ആ അങ്ങയെ അനുവർത്തിക്കുന്ന ഇതം കുലായം, കുലായ എന്ന് പറഞ്ഞ ശരീരം, ഈ ശരീരം ആത്മസുഹൃൽ പ്രിയവൽ, ആത്മാവ്, ബന്ധു, സ്നേഹിതൻ എന്നീ നിലകളിൽ ചരതി ആചരിക്കുന്നുണ്ട്. തഥാച എങ്കിലും ഉന്മുഖേ ഹീതേ അതാണ് അഭിമുഖീകരിക്കാൻ ഉത്സുകനായും ഗുണകാംക്ഷിയായും പ്രിയേ പ്രീതിപ്രദനായും ആത്മനി പരമാത്മാവായും ഇരിക്കുന്ന ത്വയി അങ്ങയിൽ നരമന്തി. അഹോബത, മഹാകഷ്ടം തന്നെ. അതായത് ഈ ശരീരം എന്തിനാണ്, എങ്ങനെയാണ് അസതുപാസന, അസത്തുക്കളായുള്ള ദേഹേന്ദ്രിയാദികളുടെ സേവനത്താൽ ആത്മാവിനെ ഹനിക്കുന്നവരായിട്ടുള്ള അവര് കുശരീരവൃത ദുഷിച്ച ദേഹത്തെ ചുമന്നുകൊണ്ട് യദനുശയ യാതൊരു ഈ ദേഹാദികളിൽ ലാലസരായി ഉരുവയെ അത്യന്തം ഭയത്തിനാസ്പദമായിട്ടുള്ള ഈ സംസാരത്തില് ഭ്രമന്തി വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്? ആത്മാവ്, എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ബന്ധുവായിട്ടുള്ള സ്നേഹിതനായിട്ടുള്ള അങ്ങയെ സേവിക്കാൻ വേണ്ടി, അങ്ങയ്ക്ക് അതില്ലേ അഭിമുഖീകരിക്കാൻ ഉത്സുകനായിട്ടാണ് പ്രവർത്തിക്കുന്ന ശരീരം. എന്നാൽ ശരീരം എന്ത് ചെയ്യും? അതിൽ രമിക്കാണ്ട്, അങ്ങയിൽ രമിക്കാണ്ട് വെറും ഇന്ദ്രിയ വിഷയങ്ങളിൽ അങ്ങനെ മുഴുകി ചെയ്യുന്നിട്ട് അവസാനം എന്തുണ്ടായിത്തീരും? ആത്മകഥ, ആ ജീവാത്മാവിനെ ഹനിക്കുന്ന രീതിയിലായിത്തീരും ആ ശരീരപ്രേമികളായിട്ടുള്ള ആൾക്കാരെന്ന് പറയുകയാണ്. ത്വയ്യ ആത്മനി ജഗന്നാഥോ മന്മനോരമതാമിഹ കഥാ മമീദൃശം ജന്മ മനുഷം സംഭവിഷ്യതി. അതായത് സാധാരണ മനുഷ്യരെല്ലാവരിലും ജീവിതം എങ്ങനെയാണ്? ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വെറും ലൗകിക വിഷയങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹമുള്ളൂ ആത്മസ്വരൂപനും ലോകനായകനായുള്ള അങ്ങയിൽ എൻ്റെ മനസ്സ് ഈ ജന്മത്തിൽ തന്നെ ലഭിക്കാൻ കഴിയണേ. അപ്രകാരമുള്ള മനുഷ്യജന്മം ഇനി എനിക്ക് എന്നാണ് ലഭിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ജന്മത്തിൽ അങ്ങയെ തന്നെ ഭരിക്കാൻ കഴിയണേ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിവൃതമരുന്മനോക്ഷതയോപയുജോ ഹൃദിയൻ മുനയ ഉപാസതേ തദരയോപിയയുഗ് സ്മരണാൽ സ്ത്രിയ പുരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിഷക്തതിയോ വയമഭിതേ സമദൃശോഘ്രിസരോജസുധാ. അരയ അഭി, ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ കൂടിയിട്ട് നിഭൃത മരുത്മന അക്ഷദൃഢയോഗയുജ, തങ്ങളുടെ നിരോധിക്കപ്പെട്ട പ്രാണനോടും മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടിയവരായിട്ട് അടിയുറച്ച യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുനിമാർ ഹൃദി യൽ ഉപാസിക്കുന്നുവോ
അതിനെ സ്മരണായു, അതായത് യോഗിമാര് വളരെ ബുദ്ധിമുട്ടി തങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് വെക്കുന്ന ആ ഭഗവാനെ തന്നെ ശത്രുക്കൾ പോലും എങ്ങനെയാണ് ആ സ്മരണ കൊണ്ട്, ആ കോപം കൊണ്ട്, സ്ഥിരമായിട്ടുള്ള കോപം കൊണ്ട് പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്ത, ആ പാമ്പിന്റെ ഉടല് പോലെ ഇരിക്കുന്ന നല്ല കൈകളാൽ ആഗ്രഹം സാധിക്കുന്നതായിട്ടുള്ള സ്ത്രീകളെ, അതായത് ഭഗവാനെ കാമിക്കുന്ന സ്ത്രീകളെ, അതുമാതിരി ഭഗവാനിൽ സമദൃഷ്ടിയുള്ളവരെ, അതുമാതിരി ഭഗവത് ചരണാരവിന്ദത്തിലെ അമൃതരസങ്ങളായി ഭവിച്ചവരായിട്ടുള്ള വയമഭി ഞങ്ങളും തേ സമ, ഇവരെ ഞങ്ങളെല്ലാവരും പല രീതിയിൽ അങ്ങയെ വഹിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങയെ സംബന്ധിച്ചിട്ട് എല്ലാവരും ഒരേ രീതിയിലുള്ള തുല്യകളാണ് എന്ന് പറയുകയാണ്. ഈ ശ്ലോകത്തിൽ പറയണത് ഈ യോഗശാസ്ത്രപ്രകാരമുള്ള ധ്യാനാദികളാണ്. എന്നാലോ ശത്രുത്വത്തിൻ്റെ കാഠിന്യം ഹേതുവായിട്ട് കംസാദികൾക്ക് മറ്റെല്ലാം വിസ്മരിച്ചിട്ട് ഭഗവാനുള്ള സ്മരണ മാത്രം ദൃഢമായി. അതുമാതിരി പ്രാണായാമാദി മാർഗങ്ങളിലൂടെ യോഗികൾക്ക് എത്താവുന്ന അവസ്ഥ അവർക്കും പ്രാപിക്കാൻ കഴിഞ്ഞു. ഗോപികൾക്കാണെന്ന് വെച്ചാലോ ഈ അവസ്ഥ വന്നത് കാമത്തിലൂടെയാണ്. അതുകൊണ്ട് ഏത് പ്രകാരത്തിലായാലും ഭഗവാന്റെ സ്മരണ ഭഗവത് ചരണാരവിന്ദത്തിലായാൽ അത് മതി എന്നാണ് പറയണത്. ഇവിടെ ഈ ശ്രുതിദേവകളും അതാണ് പറയുന്നത്, ഞങ്ങൾക്കും അങ്ങയുടെ ചരണാരവിന്ദ സേവയിൽ ഭഗവത് സ്മരണയ്ക്ക് മറ്റേവരോടും തുല്യത്വം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. ശ്രീധരാചാര്യർ പറയുന്നത്, ചരണസ്മരണം പ്രേംണാ തവദേവ സുദുർലഭം യഥാ കഥഞ്ചിൽ നൃഹരേ മമ ഭൂയാൽ അഹർനിശം. ഹേ നരസിംഹമൂർത്തേ, അങ്ങയുടെ ആ പ്രേമപൂർവമായിട്ടുള്ള പാദസ്മരണം അത്യന്തം ദുർലഭമാണ്. അത് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു ഭവൽ സ്മരണം രാവും പകലും എനിക്ക് ഉണ്ടാക്കി തരണേ എന്നാണ് ശ്രീധരാചാര്യ പറയുന്നത്. അവരജന്മലയോഗ്രസരം യത ഉദകാൽ ഋഷി യമനു ദേവഗണ ഉഭയേ തർഹി ന സന്നചാസതുഭയം ന ച കാലജന കിമപി ന തത്ര ശാസ്ത്രം അവഗൃഹ്യ ചൈത യദാ. ഈ വിശ്വത്തിൽ അഗ്രസാരം മുമ്പ്, അതായത് സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അഗ്രസരം മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഇന്ദിരുവടിയെ അവരജന്മലയ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജനന മരണങ്ങളോട് കൂടിയിട്ടുള്ള ആർക്കാണ് യഥാർത്ഥത്തിൽ വേദ അറിയുന്നത്? ആശ്ചര്യം അത്ഭുതം എന്ന് പറയണം. യാതൊരു ഇന്ദിരുവടിയിൽ നിന്ന് ഋഷി ബ്രഹ്മദേവൻ ഉത്ഭവിച്ചു. യമനു ആ ബ്രഹ്മാവിനെ പിന്തുടർന്നുകൊണ്ട് ഉഭയേ ദേവഗണ രണ്ടു വിഭാഗക്കാരായിട്ടുള്ള ദേവഗണങ്ങളും ഉണ്ടായി. യാതൊരു കാലത്താണോ എല്ലാറ്റിനെയും തന്നിലേക്ക് ഉൾക്കൊണ്ട് അവഗൃഹ്യ ശയീത അങ്ങ് ശയനം ചെയ്യുന്നത്, തരികി അപ്പോൾ സത് അസത് സത്തായിട്ടും അസത്തായിട്ടും യാതൊന്നും പിന്നെ ഉണ്ടാവുന്നില്ല. ഉഭയെന്ന രണ്ടും ചേർന്നതുമില്ല. കാലജവ നാം ഈ കാലവേഗവും സംഭവിക്കുന്നില്ല. അപ്പോൾ കിമപി ശാസ്ത്രം എന്ന പിന്നെ ഏതെങ്കിലും ശാസ്ത്രം കൂടി നിലനിൽക്കില്ല എന്ന് പറയുകയാണ്. അങ്ങ് ലയം എല്ലാം അങ്ങയിൽ ലയിക്കുന്ന സമയത്ത്. മൂന്നാമത്തെ പാദത്തില് തരിഹി ന സന്നചാസതുഭയം ന ച കാലജവ എന്നാണ്. കാലത്തിന്റെ വേഗം കൂടി ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്വാഹം ബുദ്ധ്യാദി സമൃദ്ധ ക്വച ഭൂമൻ മഹസ്തവ ദീനബന്ധോ ദയാസിന്ധോ ഭക്തിമേ നൃഹരേ ദിശ. ഹേ ഭൂമാവായിട്ടും ദീനബന്ധുവായിട്ടും ദയാസിന്ധുവായിട്ടുള്ള നരസിംഹമൂർത്തി, ഈ ബുദ്ധ്യാദികളാൽ മറക്കപ്പെട്ട ഞാൻ അങ്ങയുടെ മുമ്പിൽ ആരാണ്? അതിലാണ് എനിക്ക് ഭക്തി തന്നരുളണേ എന്നാണ് ആ ശ്രീധരാചാര്യ ആ ശ്ലോകത്തിന് പറയണ ചുരുങ്ങിയ അർത്ഥം. ജനിമസതോ മൃതിമുതാത്മനിയേ ചഭിത വിപണമൃതം സ്മരന്തി ഉപദിശന്തി ആരുവിതൈ ത്രിഗുണമയ ഉമാനിധിഭിത യദബോധകൃത ത്വയി ന തതഃ പരത്ര സഭവേൽ അവബോധരസേ. യേ അസത സത ജനിം സ്മരന്തി, ആരാണോ അസത്തായതിൽ നിന്ന് സത്തായതിൻ്റെ ജനിം ഉൽപ്പത്തിയെപ്പറ്റി സ്മരിക്കുന്നത്, തേച്ച അവരും ഉണ്മയായ 21 വിധം ദുഃഖത്തിന്റെ മൃതിയും നാശത്തെക്കുറിച്ച് സ്മരിക്കുന്നവർ ആരോ അവരും വിപണം ഋതം അതായത് ഈ കർമ്മഫല വ്യവഹാരത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന്, അതാണ് സത്യം എന്ന് ചിന്തിക്കുന്ന അവരും
ആരൂപിതൈ ഉപദിശന്തി. അവരൊക്കെ ഇങ്ങനെ വെച്ചാൽ ഓരോരോ ഭ്രമങ്ങളാൽ കാരണമാണ് ഇങ്ങനെ ആ തങ്ങളുടെ തത്വം ഉപദേശിക്കുന്നത്. പുമാൻ ത്രിഗുണമയ ഇതി, ഈ ജീവാത്മാവ് സത്വാദി ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടവനാണ് എന്നതിനാലുണ്ടായ ഭേദചിന്തയും ത്വയി ഭവൽ വിഷയകമായ അബോധകൃത, അബോധത്തിൻ്റെയും ഫലം തന്നെയാണ് ഇതൊക്കെ. എന്നാൽ അതിൽ നിന്നും പരത്രം പരമായിരിക്കുന്ന അവബോധരസേ അതാണ് ചിദേകരസത്തിൽ കഴിയുന്ന അത് ഭവേൽ സംഭവിക്കുന്നതല്ല എന്ന് പറയുകയാണ്. അതായത് പ്രപഞ്ചത്തിൽ ഓരോരുത്തരും ഈ സൃഷ്ടി വസ്തുക്കളെ ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോ ദർശനങ്ങൾ അനുസരിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ചിലരിതില്ലേ വൈദിക ദർശനങ്ങൾ പറയുന്ന ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെയുള്ള പല രീതിയിലും ഓരോ രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ദർശനങ്ങൾ. എന്നാലോ അവസാനത്തിൽ വേദാന്തം എന്ന് പറഞ്ഞ എന്താണ്, മാത്രത്തിന് മാത്രമേ ഈശ്വരനെ യഥാർത്ഥത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയൂന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ് ഈ ശ്ലോകം കൊണ്ട് ചെയ്യണത്. അതായത് ഇതെല്ലാം അതീതമായിട്ടുള്ള ബ്രഹ്മം മാത്രമേ വാസ്തവത്തിൽ വസ്തുവായിട്ടുള്ളൂ എന്നുള്ള തത്വമാണ് ഇവിടെ പറയുന്നത്. മിഥ്യാതർക്ക സുതർക്കശേരിത അന്ധകാര അന്തര ബ്രാഹ്മ്യൻ മന്ദമതേരമന്ദമഹിമം ത്വൽ ജ്ഞാനവർത്മസ്ഫുടം ശ്രീമൻ മാധവ വാം അനുത്രണയന ശ്രീശങ്കര ശ്രീപദേ ഗോവിന്ദേരി മുദാവദൻ മധുപദേ മുക്ത കഥാസ്യാമഹം. അതായത് എല്ലാ തരത്തിലുള്ള മഹിമകളും ഒത്തുണങ്ങിയുള്ള സർവേശ്വരായിട്ടുള്ള ഭഗവാനെ ആ യഥാർത്ഥത്തിലുള്ള സത്യത്തെ സ്പർശിക്കാതെയുള്ള തർക്കശാസ്ത്രങ്ങളിൽ അറിയുവാൻ പ്രയാസമായിട്ടുള്ള പല രീതിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വലിയ വലിയ വാദമുഖങ്ങളാവുന്ന ആ കൂരിരുട്ടിൽ അങ്ങനെ പെട്ട് തപ്പിത്തടയുന്ന ഒരു മന്ദബുദ്ധിക്ക് അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനമാർഗം തെളിഞ്ഞു കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാധവ, വാമന, ത്രിനയന, ശ്രീശങ്കര, ശ്രീപദേ, ഗോവിന്ദ, മധുപതി, ഇങ്ങനെ ഓരോരോ ഭഗവത് നാമങ്ങളെ എങ്ങനെ ഭക്തിയോടെ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മുക്തനായിട്ട് ഭവിക്കുന്നത് എപ്പോഴാണാവോ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ആ ഭക്തി മാത്രം മതി, നാമം ചോദിച്ചുകൊണ്ട് മാത്രം അങ്ങേ എനിക്ക് പ്രാപിക്കാൻ കഴിയണേ എന്നാണ് ശ്രീധരാചാര്യ പറയുന്നത്. സവിവ മനസ്ത്രിവൃത്വയി വിഭാത്യസദാമനുജൻ സദവിമൃശന്ത്യശേഷമിതമാത്മതയാത്മവിദ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സുഹൃതമനുപ്രവിഷ്ടമിതമാത്മതയാവസിതം മന ത്രിവൃൽ ആമനുജാൽ അസത്. അതായത് മനസ്സ് എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ടുള്ള മനസ്സ്, ത്രിഗുണാത്മകമായിട്ടുള്ള ഈ ജഗത്ത് എന്നുള്ളത് കണ്ടത് അത് ആ ജീവാത്മാവർക്കം എല്ലാം ഇതൊന്നും വാസ്തവത്തിലുള്ളതല്ല. ത്വയി സത് ഇവ കാരണം ഇതെല്ലാം അങ്ങയില് സത്ത് എന്ന പോലെ ശോഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതറിയുന്ന ആത്മവിധ അധ്യാത്മജ്ഞാനികള് ഇതം അശേഷം ഈ ജഗത്തിനെ പൂർണ്ണമായും ആത്മഭാവത്വ നിമിത്തം സത്തായിട്ട് തന്നെ അഭിമൃശന്തി കരുതി വരുന്നു. എന്തെന്നാൽ കനകസ്യ വികൃതിം തദാത്മതയാ ത്യജന്തി. അതായത് സ്വർണത്തിന് പല ഭാവഭേദങ്ങൾ ഉണ്ടായിച്ചാലും എനിക്ക് ആഭരണങ്ങളായിട്ടും പലതായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള ആ സ്വർണ്ണ സങ്കല്പം എന്നുള്ളത് അതൊരിക്കലും നശിക്കുന്നില്ല, അത് നിലനിൽക്കുന്നില്ലേ. അതുമാതിരി പ്രപഞ്ചത്തിൽ പല വസ്തുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മഭാവം ഉണ്ടല്ലോ, അത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നു പറയുകയാണ്. അതാണ് ഇതം ഈ പ്രപഞ്ചവും അനുപ്രവിഷ്ടം ഇതിൽ അന്തര്യാമിയായിട്ട് ഒഴിച്ചിരിക്കുന്ന ജീവസ്വരൂപവും ആത്മതയാ പരമാത്മസ്വരൂപമായി തന്നെ അവസിതം. ഇതെല്ലാം പരമാത്മാവാണ് യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ആ അധ്യാത്മജ്ഞാനികൾ. യൽ സത്വത സദാഭാതി ജഗതേതൽ അസത് സ്വത സദാവാസമസത്യസ്മിൻ ഭഗവന്തം ഭജാമിതം. സാധാരണഗതിയിലെ അസത്തായിട്ടുള്ള ഈ ജഗത്ത് യാതൊരുവനാകുന്ന സത്യത്തില് അധിഷ്ഠിതമാകൊണ്ട് സത്യമായിട്ട് തോന്നുന്നുവോ, ഈ അസത്യ പ്രപഞ്ചത്തിലെ യാതൊരുവൻ സത്യമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാനെ ഭജിക്കുന്നു. തവ പരീചരന്ത്യഖില സത്വനികേതതയാ ഉദപദക്രമന്ത്യവിഗണയ്യ ശിരോ നിരുതേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനവിലം സ്ത്വയി കൃത സൗഹൃദ ഖലു പുനന്തി നയേ വിമുഖാ. യേ അഖിലസത്വനികേതതയാ
ആരാണോ എല്ലാ ചരാചരങ്ങളിലും അധിവസിക്കുന്നവനാണ് എന്ന ഭാവത്തോടെ തവ പരിചരന്തി അങ്ങയെ പരിചരിക്കുന്നത് തേ ഉദ അവർ മാത്രം അവിഗണയ്യ എല്ലാം അവഗണിച്ച് പദ നിറുതേ ശിര ആക്രമന്തി കാലുകൊണ്ട് മൃത്യുദേവതയുടെ തലയെ ചവിട്ടി മെതിക്കുന്നു എന്ന് പറയാണ്. അതായത് അവർക്ക് മാത്രമേ ഈ മൃത്യുവിൽ നിന്ന് മരണത്തെ ജയിച്ചുകൊണ്ടുള്ള അമൃതത്തിലേക്ക് പ്രാപിക്കാൻ കഴിയൂ. അങ്ങയുടെ സർവ്വചരാചരങ്ങളിൽ അധിവസിക്കുന്ന ആ പരമാർത്ഥ ബോധം അങ്ങാണെന്നുള്ള ഉറപ്പിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിന് പറ്റൂ എന്ന് പറയുകയാണ്. താൻ ആ വിഭുതാനവി ആ വിദ്വാൻമാരെ പോലും ഗിരാ പശൂൻ ഇവ വേദവാക്കിനാൽ വെറും പശുക്കളെ എന്ന പോലെ പരിവയസേ കെട്ടിയിടുന്ന ത്വയീകൃത സൗഹൃദ അങ്ങയിൽ അർപ്പിക്കപ്പെട്ട ഭക്തിയോടുകൂടിയവർ പുനന്തി വിശുദ്ധത പ്രാപിക്കുന്നു. ആരാണോ വിമുഖ ഭക്തി വിമുഖരായിരിക്കുന്നത് തേ നകലു അവർ പരിശുദ്ധി കൈവരിക്കുന്നില്ല. അതായത് യാവച്ചലരാണോ ഈ ചരാചരങ്ങളെല്ലാം വസിക്കുന്നവനായിട്ട് ഉപാസിക്കുന്നവർക്ക് അവർക്ക് പിന്നെ മൃത്യുവിനെ പറ്റി ചിന്തിക്കാനില്ല. പക്ഷേ അവർക്ക് കൂടിയിട്ട് എന്ത് വേണം? അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തി വേണമെന്ന് പറയുകയാണ്. ആ ഭക്തിഹീനരായിട്ടുള്ള ആൾക്കാർക്ക് ആ പരിശുദ്ധി ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല. തപന്തു താവൈ പ്രപതന്തു പർവ്വതാദടന്തു തീർത്ഥാനി പഠന്തു ചാഗമാൻ യജന്തു യാഗൈർവിവദന്തു വാദൈർ ഹരിം വിനാനൈവ പ്രതിം തരന്തി. ശ്രീചരാചാര്യ പറഞ്ഞ എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിരുചികളാണല്ലോ. അവർ ചിലർ തപസ് ചെയ്തോട്ടെ, വേറെ ചിലർ പർവ്വത മുകളിൽ നിന്നാണ് താഴെ ചാടിക്കോട്ടെ, വേണമെച്ചാൽ തീർത്ഥാടനം ചെയ്തോട്ടെ, വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചുകൊള്ളട്ടെ, യാഗങ്ങൾ ധാരാളം ചെയ്തോട്ടെ, ധർമ്മസിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ടുള്ള വാദകോലാഹലം ധാരാളം നടത്തിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഉണ്ടല്ലോ ഇവർക്ക് ആർക്കും ആ ഭഗവാനെ ലഭിക്കാതെ, അതായത് ഭഗവാനിൽ വിശ്വാസവും ഭക്തി ഇല്ലാണ്ട് ഇവർക്ക് ആർക്കും മതത്തെ തരണം ചെയ്യാൻ കഴിയില്ല. ത്വമകരണ സ്വരാട് അഖിലകാരകശക്തിധര തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാനിമിഷാ പരിഷഭുജോകിലക്ഷിതിപദേദിവ വിശ്വസൃജോ വിദദതി യത്രയേ ത്വധികൃതാ ഭവതശ്ചകിതാ. ത്വം അങ്ങ് അകരണ, അതായത് ഈ ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവരാണ് എങ്കിൽ കൂടിയിട്ട് അഖില കാരക ശക്തിധര ഈ എല്ലാ ജീവജാലങ്ങൾക്കുള്ള ആ സർവ്വേന്ദ്രിയങ്ങളുടെയും അതിൻ്റെ സർവ്വശക്തികളെയൊക്കെ ധരിക്കുന്നത് ആരാണ്? അങ്ങാണ്. സ്വരാട് എന്നാലോ സ്വയം പ്രകാശിക്കുന്നവനാണ്. അജയ വിശ്വസൃജ, അതായത് അങ്ങയുടെ മായയാൽ, അജ എന്ന് പറഞ്ഞാൽ മായ, അങ്ങയ അവിദ്യയാകുന്ന മായയാൽ ബാധിതരായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താക്കളായിട്ടുള്ള ബ്രഹ്മാദി പ്രജാപതികളും അനിമിഷ ഇന്ദ്രാദി ദേവകളും അഖിലക്ഷിതിപതേ ലോകത്തിൻ്റെ ആകെ അധിപനായിട്ടൊരു ചക്രവർത്തിക്ക് വർഷപൂജ ഇവ സാമന്ത രാജാക്കന്മാർ എങ്ങനെ കപ്പം നൽകുന്നു അതുപോലെ അവ ബലിമുദ്ദോഹി അങ്ങയ്ക്ക് ബലിയെ വഹിക്കുന്നു എന്ന് മാത്രമല്ല അവർ സ്വയം അനുഭവിക്കുകയും ചെയ്യുന്നു. ആരെല്ലാമാണോ ഏതെല്ലാം ചുമതലകളിൽ എത്ര അധികൃത അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അവർ ഭവത ചകിതാ വിദദതി അവരെല്ലാവരും തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ, അധികാരങ്ങൾ, അതെല്ലാം അങ്ങയത്തെ പേടിച്ചുകൊണ്ടാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതീന്ദ്രിയോപി യോ ദേവ സർവകാരകശക്തിധൃക് സർവജ്ഞ സർവകർത്താച സർവസ്യേവം നമാമിതം. ആ സ്വയം പ്രകാശ ആത്മാവായിട്ടുള്ള ആ ജഗദീശ്വരൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ട് ഇന്ദ്രിയങ്ങളില്ലാത്തവനാണെങ്കിൽ കൂടിയിട്ട് എല്ലാ ഇന്ദ്രിയ ശക്തികളെയും ധരിച്ചുകൊണ്ട് സർവജ്ഞനായിട്ട് സർവകർത്താവായിട്ട് ശോഭിക്കുന്നുവോ സർവജീവന്മാരാലും ആരാധ്യനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദേവീദേവന്മാരും അവരെല്ലാം പാരതന്ത്ര്യം അനുഭവിക്കുന്നവരാണെന്ന് പറയാണ്. അപ്പോൾ അവരുടെയൊക്കെ മീതായിട്ട് അവരുടെയൊക്കെ നിയന്താവായിട്ടുള്ള ഈശ്വരനാണ് യഥാർത്ഥ ആരാധ്യഭാവം വേണ്ടതെന്ന് പറയുകയാണ്. ബ്രഹ്മാദികളെല്ലാ ആരാധികന്മാരാണ്. അതുമാതിരി നമ്മൾ ദേവന്മാരെയൊക്കെ ഭജിക്കുമ്പോഴും അതിനൊക്കെ മീതായിട്ട് അവരുടെയൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന ആ ഭഗവാനാണ് ആ പരമപദത്തിൽ ഭജിക്കപ്പെടേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.
സ്ഥിരചരജാതയ സ്യുരജയോത്ഥ നിമിത്തയുജോ വിഹര ഉദീക്ഷയാ യതി പരസ്യ വിമുക്തതത നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേൽ വിയത ഇവാവദസ്യ തവ ശൂന്യതുലാം ദദതാ. ഹേ വിമുക്ത, നിത്യമുക്തനായുള്ളവനെ, തഥാ പരസ്യ, അതായത് അതിൽ നിന്നും ഉപരിയായി നിന്ന്, അതായത് ഈ മായയിൽ നിന്നും അതീതനായിട്ടുള്ള അങ്ങക്ക് വിഹര യതി, ഒരു ലീല ചെയ്യണം എന്നുള്ള അഭിലാഷം എപ്പോൾ ഉണ്ടായോ ആ സമയത്ത് ഉദീക്ഷയ അജയ, അങ്ങയുടെ വീക്ഷണമാത്രം കൊണ്ട് ക്ഷോഭിക്കപ്പെട്ട ഈ മായയാൽ ഉത്ഥ നിമിത്തയി ഉണർത്തപ്പെട്ട കർമ്മ സംസ്കാരങ്ങളോടുകൂടി സ്യു ആവിർഭവിക്കുന്നു. വിയതവ, ഏതു മതി, വിയത ഇവ, ആകാശം എന്ന പോലെ, അപദസ്യ, അഗോചരനായും, ശൂന്യതുലാം, ശൂന്യതയ്ക്ക് തുല്യതമായും ഇരിക്കുന്ന അങ്ങയിൽ നിന്ന് സ്ഥിരജരജാതയ, സ്ഥാവര ജംഗമ സ്വഭാവങ്ങളുള്ള ഈ ജീവാത്മാക്കളാവുന്ന എല്ലാറ്റിനെയും വഹിക്കുന്നവനായിട്ട് അങ്ങ് പരമാത്മാവായിട്ടുള്ള അങ്ങ് എങ്ങനെയാണ് ഏതെങ്കിലും ഒരാൾ സ്വന്തക്കാരനായിട്ടോ ഇല്ല, അങ്ങക്ക് അതുമാതിരി അന്യനായിട്ടോ ആരുമില്ല എന്ന് പറയുകയാണ്. അതായത് ഈ സൃഷ്ടിയുടെ ഇതിൽ എല്ലാറ്റിനും കാരണക്കാരൻ ആരാണ്? യഥാർത്ഥത്തിൽ അങ്ങാണ്. എന്നാലോ അങ്ങ് എങ്ങനെയാണ്? ആകാശം പോലെ അഗോചരനാണ്. അത് ശൂന്യതയാണോ എന്ന് തോന്നുമാർ അങ്ങനെ വർത്തിക്കുന്നവനാണ് അങ്ങ്. യഥാർത്ഥത്തിൽ പരമാത്മാവുമാണ്. അങ്ങക്ക് ആരും സ്വന്തമായിട്ടോ ശത്രുവായിട്ടോ ഇല്ല. എന്നാലോ അങ്ങയിൽ നിന്നാണ്, അങ്ങയുടെ ആ നോട്ടം കൊണ്ട്, അങ്ങക്ക് വിഹരിക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ ആ നോട്ടം കൊണ്ട് ക്ഷോഭിച്ച യോഗമായയിൽ അങ്ങ് സമ്മേളിക്കുന്ന സമയത്താണ് ഈ പ്രപഞ്ചം മുഴുവൻ ആ സംസ്കൃതി എന്നുള്ളത് ഉണ്ടാവുന്നത്. ഈ ചലിക്കുന്ന ചലിക്കാത്ത അല്ല പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ക്ഷോഭമായാബോധിതകർമ്മഭി ജാതൻ സംസരത ഖിന്നൻ നൃഹരേ പാഹിന പിതാ. അല്ലയോ പിതാവേ എന്ന് സിംഹമൂർത്തി എന്ന് വിളിക്കുന്നത്. അതായത് അങ്ങയുടെ ഒരു വീക്ഷണം കൊണ്ട് ശോഭിച്ചിട്ടുള്ള ആ മൂലപ്രകൃതിയാൽ ഉണർത്തപ്പെട്ട ഈ കർമ്മ സംസ്കാരങ്ങൾ നിമിത്തം ജന്മം എടുത്തിട്ട് ഈ സംസാര ചക്രത്തിൽപ്പെട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖിതന്മാരായിട്ടുള്ള അടിയങ്ങളെ രക്ഷിക്കണേ എന്നാണ് ആ ശ്ലോകത്തിന് അർത്ഥമായിട്ട് ശ്രീധരാചാര്യ പറയുന്നത്. അപരിമിതാ ധ്രുവാസ്തനുവൃതോ യദി സർവഗതാസ്തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരതാ അജനിതയന്മയം തദാ വിമുച്യ നിയന്ത്രഭവേൽ സമമനുജാനതം യദമതം മതദുഷ്ടതയാ. ഹേ ധ്രുവ, എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്നവനെ, ദൃഢതയുള്ളവനെ, തനുവൃത അപരിമിത, ജീവാത്മാക്കള് തിട്ടപ്പെടുത്താനാകാത്തത്ര ഉള്ളവയും, ധ്രുവ ശാശ്വതരും, സർവഗത സർവത്ര വ്യാപിച്ചിരിക്കുന്നവരും, യതി തരികി ആണ് എന്ന് വരികിൽ, ശാസ്യതായിതി അങ്ങക്ക് ശാസിക്കുന്നവൻ എന്ന നിയമം ഉണ്ടാവില്ല. ഇതരത മറിച്ചാകയാൽ ഈ ദോഷം സംഭവിക്കുന്നതും ഇല്ല. കാരണം യാതൊന്നിൻ്റെ വികാരമായിട്ടാണോ ഈ ജീവരാശി മുഴുവൻ അജനി ഉത്ഭവിച്ചത്, തത് ആ കാരണഭൂതമായിട്ടുള്ള വസ്തു ബ്രഹ്മം അഭിമുച്യ, കാര്യഭൂതമായിട്ടുള്ള ജീവരാശിയെ കൈവിട്ട് കളയാതെ അതിൻ്റെ നിയന്താവ് ഭവിക്കുന്നതാണ്. ആ യാതൊരു സർവവ്യാപികമായുള്ള ആ കാരണ വസ്തു ഉണ്ടോ അത് മതദുഷ്ടതയ, ജ്ഞാനദോഷം കാരണം അനുജാനതാം, അറിയുന്നു എന്ന് ഭാവിക്കുന്നവർക്കും ആ മതം അറിഞ്ഞുകൂടാത്തതാകുന്നു എന്ന് പറയുകയാണ്. ഈ ഭഗവാനാണ് ദൃഢമായിട്ടുള്ള വസ്തു ബ്രഹ്മം. എന്നാലോ ജീവാത്മാക്കളെ എത്രയെന്ന് തിട്ടപ്പെടുത്താനാകില്ല. ഇവരൊക്കെ അസംഖ്യമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് ഈശ്വരനെ ജീവാത്മാക്കളുടെ നിയന്ത്രിത്വം എങ്ങനെ ഉണ്ടാവും എന്നൊരു ചോദ്യം വരികയെന്ന് വെച്ചാൽ, അതിൻ്റെ വികാരമായിട്ടാണോ ഈ ജീവജാലങ്ങൾ ആവിർഭവിച്ചത്? കാരണസ്വരൂപമായുള്ള ആ ഈശ്വരന് കാര്യസ്വരൂപമായുള്ള ജീവരാശിയുടെ നിയന്ത്രിത്വം നിശ്ചയമായും ഉണ്ട് എന്നാണ് പറയാം. കാരണം ഈ കാരണവസ്തു ഈ വസ്തുക്കളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നാലോ കാര്യവസ്തുവിൽ അറിയാമെന്ന് ഭാവിക്കുന്ന ആൾക്കാർക്കും കൂടി ആ കാരണവസ്തുവിനെ യഥാർത്ഥത്തിൽ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഈ അന്തര്യാമിയായിട്ട് ഭഗവാൻ എല്ലാവരും വസിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കും ഭവിക്കുന്നവർക്ക് കൂടിയിട്ട് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങ് തന്നെയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ള ആള് എന്നാണ്. അന്തര്യാന്താ സർവലോകസ്യ ഗീത ശ്രുത്യാ യുക്ത്യാ ചൈവമേവ അവസേയ യ സർവജ്ഞ സർവശക്തിർ
സിംഹ ശ്രീമന്തം തം ചേതസൈവാവലംബേ. ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിൻ്റെയും അന്തര്യാമിയാണ് എന്ന് ശ്രുതികളാൽ ഗാനം ചെയ്യപ്പെടുന്നവനാണ് അങ്ങ്. യുക്തി കൊണ്ടും ആവിധം തന്നെ നിർണയിക്കപ്പെടുന്നവനാണ് അങ്ങ്. സർവജ്ഞനാണ്, സർവശക്തിധരനാണ്, പുരുഷോത്തമനാണ്. അതെല്ലാം യാതൊരുത്തനാണോ ആ തേജോരൂപിയായിട്ടുള്ള നൃസിംഹമൂർത്തിയെ ഞാനിതാ മനസാ അവലംബിക്കുന്നു. നഗടത ഉത്ഭവ പ്രകൃതി പൂരുഷയോ രജയോ ഉഭയയുജാ ഭവന്ത്യസുഹൃതോ ജലബുദ്ഭുതവൽ ത്വയിതൈമേ തതോ വിവിധ നാമഗുണൈ പരമേ സൈത ഇവാർണവേ മധുനി ലില്യുരശേഷരസാ. അജയോ പ്രകൃതി പൂരുഷയോ, അതായത് ജന്മാദിഭാവങ്ങളില്ലാത്ത ഈ പ്രകൃതി പുരുഷന്മാരിൽ നിന്ന് ഉത്ഭവ ജന്മം നഘടതേ, യുക്തി സഹജമല്ല. ഉഭയയുജ രണ്ടും ചേർന്നുകൊണ്ട് ആസുഹൃത ജീവജാലങ്ങള് ജലബുദ്ഭുതവൽ ഈ ജലത്തിലുള്ള നീർപ്പോളകള് എന്ന പോലെ ഭവന്തി ഉത്ഭവിക്കുന്നു. തഥ അതിൽ പിന്നെ തേ ഇമേ ഈ ജീവാത്മാക്കൾ സരിത അർണവേ ഇവ നദികള് സമുദ്രത്തിൽ എന്ന വണ്ണം അശേഷരസ സകല പുഷ്പരസങ്ങള് മധൂനി ഇവ തേനില് എന്ന ഉണവും വിവിധ നാമഗുണൈ പല വിധത്തിലുള്ള നാമഗുണങ്ങളോടും കൂടി പരമേ പരമകാരണമായ ത്വയി അങ്ങയിൽ ലില്യു ലയിച്ചു. പ്രകൃതിയിൽ നിന്നാണ് ഈ ജീവാത്മാക്കൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിസഹജമല്ല. കാരണം പ്രകൃതി എന്നുള്ളത് ജഡാണ്. പുരുഷനിൽ നിന്നാണെന്ന് പറഞ്ഞാലും അത് യുക്തിക്ക് നിരക്കില്ല. കാരണം പുരുഷൻ നിർവികാരനാണ്, അതിൽ നിന്നൊന്നും ബന്ധമില്ല എന്നുള്ള ആ തത്വത്തിന് ഹാനി തട്ടും. അപ്പോൾ രണ്ടും ഒരുമിച്ചാണെന്ന് പറഞ്ഞാലും ശരിയല്ല. എങ്ങനെ പറയണ്ടേ, രണ്ടിൻ്റെയും സംയോജനം കൊണ്ടാണ് ഈ ജീവാത്മാവിൻ്റെ ഉൽപ്പത്തിനെ പറയാൻ പറ്റും. അതായത് ജലവും വായും കൂടി ചേരുമ്പോഴാണ് ജലത്തിൽ ബുദ്ഭുതങ്ങൾ ഉണ്ടാവുക. അതുമാതിരി രണ്ടും കൂടി ചേരുന്ന സമയത്താണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് എന്നാണ്. പിന്നെയോ ഈ ലയത്തിനും ഇതേമാതിരി രണ്ട് ഉദാഹരണങ്ങളുണ്ട്. നദികൾ സമുദ്രജലത്തിലേക്ക് ഒഴുകി ചെന്ന് വെച്ചാൽ സമുദ്രജലത്തിൽ പിന്നെ ഓരോ നദിയും വെവ്വേറെ കാണാൻ കഴിയില്ല. ജലം മാത്രമേ ഉള്ളൂ. നദികളുടെ ജലം മുഴുവൻ സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതുമാതിരി വൃക്ഷങ്ങളുടെ രസങ്ങൾ പല വൃക്ഷങ്ങളിൽ നിന്ന് മധുവായിട്ട് മാറിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇന്ന പൂവിൻ്റെ മധു ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം കൂടി ഒന്നിച്ചിട്ട് തേന് ആണെന്ന് പറയാനല്ലേ. അതുമാതിരിയാണ് ഈ ഏകരസത്വം എന്നുള്ളത് നിലനിൽക്കുന്നത്. അതുമാതിരി തന്നെയാണ് ഈ ബ്രഹ്മമാണ് ആദ്യത്തിലും അവസാനത്തിലും ഉള്ളത്. യസ്മിന്നുജ്ജൽ വിലയമവിയൽ ഭാതി വിശ്വം ലയാദൗ ജീവോ വേദം ഗുരുകരുണയാ കേവലാവാത്മബോധേ അത്യന്താന്തം വ്രജതി സഹസാ സിന്ധുവൽ സിന്ധുമധ്യേ മധ്യേ ചിത്തം ത്രിഭുവനഗുരും ഭാവയേതം നൃസിംഹം. ഈ ജീവാത്മാക്കളെല്ലാം അടങ്ങിയുള്ള ഈ ലോകം യാതൊരുവനിൽ നിന്ന് ഉത്ഭവിച്ച് യാതൊരുവനിൽ തന്നെ ലയം പ്രാപിക്കുന്നു എങ്കിലും വീണ്ടും ഉദയം കൊള്ളുകയും ആ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് അധ്യാത്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രം നദികൾ സമുദ്രത്തിൽ എന്ന പോലെ യാതൊരുവനിൽ ആത്യന്തികമായിട്ടുള്ള ലയം സംഭവിക്കുകയും ചെയ്യുന്നുവോ ആ ത്രൈലോക്യ ഗുരുവായിട്ടുള്ള നൃസിംഹമൂർത്തിയെ ഞാനിതാ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിനർത്ഥമായിട്ട് ശ്രീധരാചാര്യ പറഞ്ഞിട്ടുള്ളത്. നൃഷുതവമായയാ ഭ്രമമീഷ്വപഗത്യ വൃശം ത്വയി സുധിയോ ഭവേദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതം ഭവഭയം തവയൽ ഭൃഗുടി സൃജതി മുഹുത്രിണേമിരഭവൽ ശരണേഷുഭയം തവ മായയാ അമീഷു നൃഷു. അങ്ങയുടെ മായ കാരണത്താൽ ഈ മനുഷ്യരിൽ വൃഷം ഭ്രമം വളരെ വ്യാമോഹം ഉണ്ട് എന്നുള്ളത് അവഗത്യ മനസ്സിലാക്കി സുധിയ സദ്ബുദ്ധി നല്ല വിദ്വാൻമാരായിട്ട് ആൾക്കാർ എന്ത് ചെയ്യണു അഭവേത്വയി അതായത് ഈ സംസാരത്തിൻ്റെ മുഴുവൻ നാശകാരനായുള്ള അങ്ങയിൽ അനുപ്രഭ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഭാവം ദദതി ഭക്തിയെ തന്നെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. യൽ ആകയാൽ അഭവൽ ശരണേഷു ഭവാനെ ശരണമാക്കാത്തവരിൽ തവ അങ്ങയുടെ ഭ്രുകുടി പുരുവക്കുടിയാകുന്ന ത്രിണേമി 3 ചക്രധാരകൾ ഭയം മോഹു സൃജതി ഈ സംസാര ഭയത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു. അനുവർത്തതാം ശരണം പ്രാപിക്കുന്നവർക്ക് ഭവഭയം കഥം ഈ സംസാര ഭയം ഒരിക്കലും ഉണ്ടാവില്ല. ഈ അങ്ങയുടെ മായയിലെ
മുഴുകിയിട്ടുള്ള ജീവരാശിക്കെല്ലാം വ്യാമോഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ല വിവേകികൾ സംസാര നിവൃത്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണു? അനുനിമിഷം ഭക്തിയോട് കൂടിയിട്ട് അങ്ങയെ അവലംബിക്കുന്നു. അങ്ങനെ അങ്ങയെ അവഗണിക്കുന്ന ആ ഭക്തിഹീനന്മാരിൽ എന്തുണ്ട്? കാലം, അങ്ങയുടെ പുരികക്കുടികളുടെ ചലനാണ് കാലം. അത് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രാപിക്കും. എന്നാലോ അങ്ങയെ ഉപാസിക്കുന്നവർക്ക് ഈ ഭയം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ തത്വം. സംസാര ചക്രകുചൈ വിദീർണമുദീർണ നാനാഭവതാവതപദം കഥഞ്ചിൽ ആപന്നമിഹ പ്രപന്നം ത്വം ഉദ്ധര ശ്രീ നൃഹരേ നൃലോകം. ഹേ നരസിംഹമൂർത്തി, ഈ സംസാരചക്രത്തിൻ്റെ കൂർത്ത മുനകളാൽ പിളർക്കപ്പെട്ടും നാനാപ്രകാരത്തിലുള്ള സംസാര ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കും എങ്ങനെയോ അവസാനം അങ്ങേ ശരണം പ്രാപിച്ചതായിട്ടുള്ള മനുഷ്യരാജിയെ സംധരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് ശ്രീധരാചാര്യ പറഞ്ഞത്. സംസാര ചക്രക്രകചൈർ വിദീർണമുദീർണ നാനാഭവതാപതപദം എന്നാണ് ആ വാക്ക്. സംസാരചക്രമാകുന്നൊരു ഈർച്ചവാൾ കൊണ്ട് അങ്ങനെ മുറിക്കപ്പെടുത്തും ബഹുവിധ ജന്മങ്ങളിൽ അങ്ങനെ പരമ ദുഃഖാഗ്നിയിൽ അങ്ങനെ വീണ് തപിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് ഏതോ ഒരു പുണ്യവിശേഷം കൊണ്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മം സിദ്ധിച്ചിട്ട് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ മനുഷ്യവർഗത്തെ ഈ കരുണാനിധിയായിട്ടുള്ള നൃസിംഹമൂർത്തിയെ രക്ഷിക്കണമേ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. വിജിത ഋഷീകവായുവിരതാന്തമനസ്തുരകം യ ഇഹയ തന്തി യന്തുമതിലോകലം ഉപായഖിതാ വ്യസനശതന്വിയോ സമവഹായ ഗുരോശ്ചരണം വണിജൈവാജ സന്ധ്യഹൃതകർണധരാ ജലധൗ. ഏ അജ, ഒരിക്കലും ജന്മമില്ലാത്തവനെ, ഏ ഗുരോച്ചരണം സമവഹായ, ആരെല്ലാമാണോ ഗുരുവിൻ്റെ പാദങ്ങളെ തീരെ ഉപേക്ഷിച്ച് അതിലോലം അത്യന്തം ലോലവുമായിട്ടുള്ളതും വിജിത ഋഷീകവായുഭി നന്നായി ജയിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടും പ്രാണാദികളോടും കൂടിയവരായാൽ പോലും അതന്തമനസ്തുരകം നിയന്ത്രണാധീനമല്ലാത്ത മനസ്സാവുന്ന കുതിരയെ എന്തും യതന്തി ഒതുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നത് അവർ ഉപായഖിത, ഉപായങ്ങളിൽ അങ്ങനെ ഇല്ലാണ്ട് ക്ലേശിക്കുന്നവരായും വ്യസന ശതാന്വിത നൂറുകണക്കിന് ദുഃഖങ്ങളോട് കൂടിയവരായും തീർന്ന് ഈ ലോകത്തിൽ, അതായത് ഈ സംസാര സാഗരത്തിൽ പെട്ടിട്ട് അകൃതകർണധര ഒരു നാവികനെ സ്വീകരിച്ചിട്ടില്ലാത്ത വണിജ വ്യാപാരികൾ ജലധൗ ഇവ കടലിൽ അകപ്പെടുന്നത് പോലെ സന്ധി വരുന്നു എന്ന് പറയാണ്. അതായത് ഗുരുചരണാരവിന്ദങ്ങളെ ആശ്രയിച്ചവർക്ക് മാത്രമാണ് ഈ സംസാരക്ലേശ നിവൃത്തി ലഭിക്കൂ. ഒരു വിദഗ്ധനായിട്ടുള്ള ആചാര്യൻ്റെ ശിക്ഷണത്തിൽ യോഗാഭ്യാസമൊക്കെ ശീലിച്ച് ഇന്ദ്രിയജയവും പ്രാണായാമവും ഒക്കെ സ്വാധീനമായിട്ടുള്ള അവർക്ക് പോലും ക്ലിഷ്ടമായിട്ടുള്ള മനോനിയന്ത്രണം എന്നുള്ളതുണ്ടല്ലോ, അതായത് മനസ്സാകുന്ന കുതിരയെ നിയന്ത്രിക്കുക എന്നുള്ളത്, അതൊന്നും കൂടാണ്ട് തൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം സാധിക്കാൻ ശ്രമിക്കുന്നവർക്ക് ക്ലേശം മാത്രമാണ് ഫലം എന്നാണ് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ ആ സഹായത്തോടു കൂടിയിട്ട് മാത്രമേ ഈ സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ പറ്റൂ. ആ ഗുരു എങ്ങനെയാണ് ആ ഒരു കാറ്റിൽ കൊള്ളുന്ന സമയത്ത് ഒരു നാവികന്റെ രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. യഥാ പരാനന്ദഗുരോ ഭവൽപദേ പദം മനോമേ ഭഗവന്റെ ഭേദ തഥാ നിരസ്താഖില സാധനശ്രമ ശ്രേയ സൗഖ്യം ഭവത കൃപാത. പരമാനന്ദ സ്വരൂപിയായിട്ടുള്ള സദ്ഗുരുവായിട്ടുള്ള ഭഗവാനെ എപ്പോൾ എൻ്റെ മനസ്സ് അങ്ങയുടെ തൃപ്പാദത്തിൽ സ്ഥാനം ഉറപ്പിക്കണോ ആ സമയത്ത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഈ സമസ്ത സാധന പരിശ്രമങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് ഞാൻ പരമാനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ആ ഗുരുവായിട്ട് ഇവിടെ വരണത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ആ കരുണ കൊണ്ട് മാത്രമേ ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കഴിയൂ. സ്വജനസുത ആത്മധാര ധനധാമധരാസുരതൈർ ത്വയി സതികിന്ദ്രണം ശ്രയത ആത്മനി സർവരസേ ഇതി സദാനതം മിഥുനതോരതയേ ചരതം സുഖയതി കൊൻവിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ സർവരസേ ആത്മനി ത്വയി സതി. ആ എല്ലാ രസങ്ങളും നിറഞ്ഞുള്ളതും ആത്മസ്വരൂപമായിട്ടുള്ള അങ്ങയുടെ സാന്നിധ്യത്തിൽ ത്വാം ശ്രയത നൃണാം അങ്ങയെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് സ്വജന സുതാത്മധാര ധന ധാമ ധരാ അസുരഥൈ സ്വജനങ്ങളെ പുത്രന്മാരെ ശരീരം ഭാര്യ ധനം
വീട്, ഭൂമി, പ്രാണൻ, രഥങ്ങള് മുതലായവകളാൽ കിം എന്ത് കാര്യ പിന്നുള്ളത്. ഇതി സത് അജാനതം. എന്നാൽ ഈ തത്വത്തിനെ അറിയാത്തവരായിട്ട് മിഥുനത രഥയെ വെറും സ്ത്രീകളുടെ സംയോഗം കൊണ്ടുള്ള രതിസുഖത്തിനു വേണ്ടി ചരതാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ സ്വവിഹതേ സ്വതവേ തന്നെ ഹനിക്കപ്പെട്ടതായും സ്വനിരസ്ത ഭഗേ സ്വതവേ തന്നെ നിരസിക്കപ്പെട്ട ഐശ്വര്യാദികളോട് കൂടിയതുമായ ഈഹ ഈ സംസാരത്തിൽ കന്നു എന്താണാവോ സൂചിപ്പിക്കുക എന്ന് ചോദിക്കുകയാണ്. അതായത് അങ്ങയെ ആശ്രയിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആത്മാനന്ദം അരുളാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട്. ആ സത്യം വിസ്മരിച്ചിട്ട് ആ ഈശ്വര വിമുഖന്മാരായിട്ട് വെറും വിഷയലംബടന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നിത്യസുഖം എന്നുള്ളത് നൽകാൻ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് പറയാണ്. കാരണം വിഷയസുഖങ്ങളെല്ലാം നൈമിഷികമാണ്. പുത്രകളത്രാദികള്, സ്വത്ത്, സരഥാദി, വാഹനം, ഇതുകൊണ്ടൊന്നും ശാശ്വതമായിട്ടുള്ള ആനന്ദം ലഭിക്കില്ല. ഭജതാം ഹി ഭവൻ സാക്ഷാൽ പരമാനന്ദചിദ്ഘന ആത്മൈവ കിമത കൃത്യം തുച്ഛദാരസുതാദിഭി. അങ്ങേ ഉപാസിക്കുന്നവർക്ക് അങ്ങ് തന്നെ പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവായിട്ട് പ്രകാശിക്കണു. ആ സ്ഥിതിക്ക് അവർക്ക് പിന്നെ പുത്രകളത്രാദി നിസ്സാര കാര്യങ്ങളെ കൊണ്ട് എന്തൊരാനന്ദം ലഭിക്കാനാണ് എന്നാണ് ശ്രീധരാചാര്യർ ഭഗവാനോട് സ്തുതിച്ച് ചെല്ലണത്. ഭുവി പുരുപുണ്യതീർത്ഥസദനാനി ഋഷയോ വിമത ഉതഭവത പദാംബുജഹൃദോഹവിദം വിജലാ ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസതേ പുരുഷസാരഹരാവസതാൻ. വിമത ഭവൽ പദാംബുജഹൃദ. ആ വിമത അതായത് അഹംഭാവം തീരെ ഇല്ലാണ്ടായിട്ട് അങ്ങയുടെ തൃപ്പാദപൽപ്പങ്ങളെ ധരിക്കുന്നവരായുള്ള ഏതെല്ലാം ഋഷിമാരുണ്ടോ അവർ അഘഭിൽ അംഘ്രിജല പാപനാശകമായിട്ടുള്ള അങ്ങയുടെ പാദതീർത്ഥം സേവിച്ചവരായിത്തീരുന്നു. ഊത എന്നിരിക്കലും ഭുവി പുരുപുണ്യതീർത്ഥ സദനാനി ഉപാസത. ഈ ലോകത്തിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അനേകം പുണ്യതീർത്ഥങ്ങള്, പുണ്യക്ഷേത്രങ്ങള് ഇവ ഉപാസിക്കുന്നു. നിത്യസുഖേ ശാശ്വത സുഖം പ്രദാനം ചെയ്യുന്നവനും ആത്മനി ആത്മസ്വരൂപിയുമായ ത്വയി സഖേ മന ദദതി. നിന്തിരുവടിയിൽ ഒരിക്കലെങ്കിലും മനസ്സിനെ സമർപ്പിക്കുന്ന ആരാണോ അവൻ പിന്നീട് പുരുഷസാരഹര അവസതാൻ ഈ മനുഷ്യന്റെ ആന്തര സത്തയെ നശിപ്പിക്കുന്ന ഈ ഇന്ദ്രിയ വിഷയങ്ങളായുള്ള ഗൃഹാദികളുണ്ടല്ലോ അതിനെ പിന്നെ ഒരിക്കലും ആശ്രയിക്കില്ല എന്ന് പറയാണ്. അതായത് ഈ മതം, മാത്സര്യം, അഹങ്കാരം ഇങ്ങനെയുള്ള ദുഷ്പ്രവണതകളൊക്കെ ഒരിക്കലും സ്പർശിച്ചിട്ടില്ലാത്തവരായിട്ടുള്ള മഹർഷിവര്യന്മാരുടെ കാല് കഴുകിയിട്ടുള്ള ആ തീർത്ഥമുണ്ടല്ലോ അത് സർവപാപഹരാണ്. എന്നിരിക്കലും ആ മഹർഷിവര്യന്മാർ ഭൂമിയിലുള്ള തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉപാസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതേമാതിരി നിത്യ ആനന്ദപ്രദനായിട്ടുള്ള ആത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനിലെ മനസ്സിനെ വ്യാപിച്ചിട്ടുള്ളവർ പിന്നീട് ഒരിക്കലും മനുഷ്യന്റെ ആ അന്തസത്തയെ പാടെ നശിപ്പിക്കുന്ന ഈ ഗൃഹാദികളെ ആശ്രയിക്കാറില്ല എന്ന് പറയുകയാണ്. തീർത്ഥസ്നാനത്തിനോ അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനത്തിനോ ഒക്കെ അവസരം ലഭിച്ചവർ പിന്നീട് ഒരിക്കലും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരില്ല. മേലാലും ഈശ്വര സ്മരണയോടെ തന്നെ ലോകത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ സത്തുക്കളായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും തീർത്ഥസ്നാനം, ക്ഷേത്ര ദർശനമൊക്കെ ചെയ്തുകൊണ്ട് കാലക്ഷേമം ചെയ്യണമെന്നും എങ്കിലേ നിത്യാനന്ദം അനുഭവിക്കാനാകൂ എന്നാണ് ഈ മഹർഷിവര്യന്മാരെ പ്രമാണാക്കിയിട്ട് ഇവിടെ സ്ഥാപിക്കുന്നത്. മുഞ്ചന്നംഗ തദംഗസംഗമനിശം ത്വാമേവ സഞ്ചിന്തയൻ സമ്പ സന്ധിയതോ യതോ ഗതമദാസ്ഥാനാശ്രമാനാവസൻ നിത്യം തന്മുഖപങ്കജാൽ വികളിത ത്വൽപുണ്യഗാഥാമൃതസ്രോത സംപ്ലവ സംപ്ലുതോ നരഹരേ നസ്യാമഹം ദേഹഭൃ. ഏ നരസിംഹമൂർത്തി, ഈ ശരീരത്തിലും അതുമാതിരി ശരീര സംബന്ധികളായുള്ള വിഷയങ്ങളിലുള്ള ആസക്തിയെ തീരെ ഉപേക്ഷിച്ചിട്ട് നിന്തിരുവടിയിൽ തന്നെ സർവ്വതാ ധ്യാനിച്ചും കൊണ്ടും അഹങ്കാരരഹിതരായിട്ടുള്ള സജ്ജനങ്ങൾ ഏതേത് പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ചെന്ന് വസിച്ചുകൊണ്ടും അവരുടെ ആ മുഖത്തിൽ നിന്ന് നിർക്കളിക്കുന്ന അവിടുത്തെ ആ സൽക്കഥകളാവുന്ന ആ അമൃതിന്റെ പ്രവാഹത്തിൽ അങ്ങനെ ദിവസേന മുങ്ങി കുളിച്ചുകൊണ്ടും കാലക്ഷേപം ചെയ്ത് ഇനിയും ഈ ശരീരധാരണത്തിന് ഞാൻ പാത്രീഭവിക്കാതിരിക്കണമേ, ഇതോട് കൂടിയിട്ട് എൻ്റെ ജന്മം സഫലമാക്കി തരണേ എന്നാണ് പ്രാർത്ഥന. സദൈതമുത്തിതം സവിവിചെന്നനുതർക്കഹതം വ്യഭിചരതി ക്വച മൃഷാ ന തഥോഭയയുഗ് വ്യവഹൃതയേ വികൽപ ഇഷിതൊന്ധപരമ്പരയാ ഭ്രമയതി ഭാരതി ത ഉരുവൃത്തി വിരുക്തജഡൻ.
ഇതം ഈ പ്രപഞ്ചം സത ഉത്ഥിതം സത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണല്ലോ എന്നതിനാൽ സത്ത് തന്നെയാണ് ഇതിൽ എന്ന് അനുമാനിക്കുകയാണെങ്കിൽ തർക്കഹതം നനു യുക്തിക്ക് നിരക്കാത്തതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ചിലയിടത്ത് വ്യഭിചരതി ഈ നിയമം വഴിതെറ്റണു, വേറെ ചിലയിടത്ത് മൃഷ അസത്യമായും തീരുന്നു. അപ്രകാരം ഉഭയയുഗ് രണ്ടിലും ചേർന്നതുമല്ല വ്യവഹൃതയെ വ്യവഹാരത്തിന് വേണ്ടിയിട്ട് വികൽപ്പ ഇഷിത ഈ വികല്പം എന്നുള്ളത് ഇഷ്ടപ്പെട്ട് തന്നെയാണ്. എന്നാലോ അന്ധപരമ്പര ആ ഭ്രമം അന്ധപരമ്പരാന്യായനയാണ് കാരണം എന്ന ഇന്ദ്രിയോടിയുടെ വാക്ക് ഉരുവൃത്തിഭി അനേകം ശബ്ദവൃത്തികളാൽ ഉക്ത ജടാൻ കർമ്മത്തിൽ ശ്രദ്ധയാർന്ന മന്ദബുദ്ധികളായിട്ടുള്ളവരെ ഭ്രമിപ്പിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം എന്നുള്ളത് സത്യമായിട്ടുള്ള ഈശ്വരനിൽ നിന്നുണ്ടായതാകയാൽ സത്യം തന്നെ എന്നുള്ള വാദം, അങ്ങനെ ഒരു വാദമുണ്ട്. അത് സത്യമാണ്, ഇതും സത്യമായിക്കോട്ടെ, അത് യുക്തിസഹജമല്ല എന്നാണ് പറയുന്നത്. കാരണം ഏതിൽ നിന്നുണ്ടായിട്ടുള്ളതാണോ അതുതന്നെയാണ് തത്വത്തിന് പലതിലും അത് തന്നെ പല വ്യതിയാനങ്ങളും കാണാമെന്നുള്ളതാണ്. കാരണം ചിലയിടത്ത് അതിൻ്റെ വിപരീതം സ്പഷ്ടമായി കാണാനുമുണ്ട് എന്ന് വാദഗതിക്ക് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യാം. അതിനു പുറകിൽ എന്താണ് പലതരത്തിലുള്ള അന്ധമായിട്ടുള്ള പല ന്യായങ്ങളാണ് ഇതിനൊക്കെ പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ ഓർക്കണം. കാരണം ഭഗവാന്റെ വാക്യമായിട്ടുള്ള വേദം തന്നെ പല ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ വൃത്തികൾക്ക് അവരുടെ ഭാവത്തിനനുസരിച്ച് വിധേയമാകുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആൾക്കാരും കൂടിയിട്ട് പല രീതിയിൽ ഇതിനെ പറഞ്ഞ് അല്പബുദ്ധിയായിട്ടുള്ള ആൾക്കാരെ ഭ്രമിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള തത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഉദ്ഭൂതം ഭവത സതോവി ഭുവനം സന്നേവ സർപ്പസ്രജ കുർവൽ കാര്യം അപീഹകൂടകനകം വേദോപി നൈവം പര അദ്വൈതം തവ സത്പരം തു പരമാനന്ദം പദം തന്മുദാ വന്ദേ സുന്ദരമിന്ദരാനുതഹരേ മാമുഞ്ച മാമാനതം. അതായത് സത്യസ്വരൂപനായിട്ടുള്ള അങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതാണെങ്കിലും വാസ്തവത്തിൽ ഈ മൂന്ന് ലോകങ്ങളും സത്യമല്ല. അത് ഏതുമാതിരിയാണ് ഈ മാലയിൽ അല്ലെങ്കിൽ കയറിൽ പാമ്പ് കാണുന്നത് വഴി മിഥ്യയാണെന്ന് പറയുകയാണ്. കൃത്രിമമായിട്ടുള്ള ഒരു സ്വർണം അങ്ങാടിയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞു വെച്ചാലും അത് യഥാർത്ഥ സ്വർണ്ണമാവില്ല, കൃത്രിമമായിട്ടുള്ള സ്വർണം കൃത്രിമ. അതുമാതിരി ഈ ഭുവനത്രയത്തിന് വ്യാവഹാരിക സത്ത ഉണ്ടെങ്കിൽ കൂടിയിട്ട് യഥാർത്ഥ സത്യത്വം അതിനില്ല എന്നാണ് വേദവും. അതുമാതിരി ഈ ജഗത്തിൻ്റെ ഈ സത്യതയെ ഉപവാദിക്കണമെന്നില്ല, സത്യമാണെന്ന് പറയില്ല. അതുകൊണ്ട് അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ആശ്രയിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ ആ പാതാരവിന്ദങ്ങൾ മാത്രമാണ് പരമമായിട്ടുള്ള സത്യവും പരമമായിട്ടുള്ള ആനന്ദവും. അതുകൊണ്ട് ലക്ഷ്മീപതിക്ക് ദേവി കൂടി വന്ദിക്കുന്ന ശ്രീഹരേ, ഞാൻ ആ പരമ സൗന്ദര്യ ധാമമായിട്ടുള്ള അങ്ങയുടെ പാതാരവിന്ദത്തിനെ ഇതാ ഞാൻ വന്ദിക്കണു, അങ്ങയുടെ മുമ്പിൽ തലകുനിക്കുന്ന എന്നെ ഉപേക്ഷിക്കരുതേ എന്നാണ്. അതായത് ഈ വ്യാവഹാരിക സത്യം വ്യാവഹാരിക കാലത്ത് സത്യമാണെന്ന് പറഞ്ഞു വെച്ചാലും അതിനു വേണ്ടിയിട്ട് പല കാരണങ്ങളും മാർഗങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചാലും അത് സത്യമല്ല. യഥാർത്ഥത്തിലുള്ള സത്യം ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. നയതിതമഗ്ര ആസ ന ഭവിഷ്യതോ നിധനൽ അനുമിതമന്തരാത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപ്പവതൈർ വിതത മനോവിലാസം ഋതമൃത്യവയന്ത്യബുധാ യൽ ഇദം ന ആസ യാതൊരു ഈ പ്രപഞ്ചം ആദ്യം ഉണ്ടായിരുന്നതല്ല. നിധനാൽ പ്രളയത്തിന് ശേഷം ന ഭവിഷ്യത് ഉണ്ടാവുകയും ഇല്ല. അതിനാൽ അന്തര ഇടക്കാലത്ത് ഏകരസേ ആനന്ദമാകുന്ന ഏകരസത്തോടു കൂടിയ ത്വയി മൃഷ വിഭാതി അങ്ങയിലെ ഒരു തരം മാതിരി അങ്ങയിലെ അങ്ങനെ ശോഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മിഥ്യയായിട്ട് വിലസിക്കുന്നു എന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദ്രവിണജാതി വികൽപ്പവതൈ ഈ ദ്രവ്യജാതികളുടെ ഓരോ തരത്തിലുള്ള വിഭേദങ്ങളായിട്ടുള്ള പ്രകാരങ്ങളാൽ ഉപമിക്കപ്പെട്ടിരിക്കും ചെയ്യുന്നു. അങ്ങനെയുള്ള അസത്യമായിട്ടുള്ള വിതത അസത്യമായിട്ടുള്ള മനോവിഭ്രാന്തിയെ അഭൂത വിവരം കെട്ട ആൾക്കാരെ, നേരവഴിക്കുള്ള ബുദ്ധിയുള്ള ഇല്ലാത്ത ആൾക്കാര്
സത്യമായിട്ട് കരുതി വരും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അതായത് ഈ പ്രപഞ്ചം ആദിയിലുണ്ടായിരുന്നില്ല, പ്രളയാനന്തരം ഇത് ഉണ്ടാവില്ല. അപ്പം ഇടക്കാലത്ത് അപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും മിഥ്യയായിട്ട് പ്രകാശിക്കുന്നതാണ് മാത്രം എന്നാണ് യഥാർത്ഥത്തിലുള്ള തത്വം. അത് അധ്യാത്മജ്ഞാനമില്ലാത്ത ആൾക്കാർ തങ്ങളുടെ മനോവിഭ്രാന്തി കാരണം അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാണ്ട് അസത്യമായിട്ടുള്ള ആ മിഥ്യയുള്ള പ്രപഞ്ചത്തിനെ സത്യമായിട്ട് ധരിച്ചു വരണമെന്ന് മാത്രമേ ഉള്ളൂ. മുകുട കുണ്ടല കങ്കണ കിങ്കിണീപരിണതം കനകം പരമാർത്ഥത മഹദഹങ്കൃതിഹ പ്രമുഖം തഥാ നരഹരേ ന പരം പരമാർത്ഥത. അതായത് ഈ സ്വർണത്തിന് കിരീടം, കുണ്ടലം, കങ്കണം, കിങ്ങിണി നില പല രൂപത്തിലുള്ള പരിണാമം സംഭവിച്ചാലും അത് വാസ്തവത്തിലെ സ്വർണം തന്നെയല്ലേ. അതുമാതിരി സിംഹമൂർത്തെ ഈ പ്രപഞ്ചത്തിലെ മഹത്തത്വം, അഹങ്കാരം, ആകാശം, ഭൂമി ഇങ്ങനെ പല രൂപത്തിൽ വന്നുകൊണ്ട് പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞാലും അതെല്ലാം യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ അങ്ങയിൽ നിന്ന് ഭിന്നമല്ല. സ യദജയാം ത്വജാം അനുശയീല ഗുണാം ചജുഷൻ ഭജതി സരൂപതം തദനു മൃത്യുമവേദഭഗ ത്വമുതജഹാസിതം അഹിരിവ ത്വജമാത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠഗുണിദേവരിവേയഭഗ. സ യൽ അവൻ, അതായത് ഈ ജീവാത്മാവ് യാതൊരു കാരണത്താൽ അജയാ മായാവൈഭവം കൊണ്ട് അജാം തു അനുശയീത ഈ മായാവൈഭവം കൊണ്ട് എന്ത് ചെയ്യണു? ആ അവിദ്യയെ തന്നെ ആലിംഗനം ചെയ്യുന്നു. ജീവാത്മാവ് താനാണ് ശരീരം എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് അത് ഹേതുവായിട്ട് ഗുണാഞ്ച തദനു സ്വരൂപതാം ജുഷൻ ആ ഗുണങ്ങളെയും ആ ഗുണങ്ങളുടെ കൊണ്ടുണ്ടാകുന്ന ഓരോ രൂപങ്ങളെയും പ്രാപിച്ചുകൊണ്ട് അപേദഭഗ കൈമോശം വന്ന ഭഗങ്ങളോട്, അതായത് ജീവാത്മാവ് പിന്നെ ആ തൻ്റേതായുള്ള ശക്തികളുണ്ടല്ലോ അതിനെയൊക്കെ നശിച്ചവനായിട്ട് മൃത്യും ഭജതി മൃത്യുലക്ഷണമായിട്ടുള്ള ഈ സംസാരത്തെ അനുഭവിക്കുന്നു. ത്വം ഉദ എന്നാൽ അങ്ങാവട്ടെ, അതായത് പരമാത്മസ്വരൂപിയായിട്ടുള്ള നിന്തിരുവടിയാകട്ടെ ആത്തഭഗ നിത്യസിദ്ധമായിട്ടുള്ള തൻ്റെ ജ്ഞാന ഐശ്വര്യാദി ഭഗങ്ങളോട് കൂടിയവനായിട്ട് അപരിമേയ ഭഗ ഇത്രാന്ന് തിട്ടപ്പെടുത്താനാകാത്ത ഭഗങ്ങളോട് കൂടിയവനായിട്ട് അങ്ങ് എപ്പോഴും നിലനിൽക്കും ചെയ്യുന്നു. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥ അഹി ത്വച ഇവ താം ജഹാസി ആ പാമ്പ് തോലിനെ എന്ന പോലെ ആ അവിദ്യയെ എപ്പോൾ ഉപേക്ഷിക്കുന്നു അങ്ങനെ അണിമാദ്യ അഷ്ടസിദ്ധികളോട് കൂടിയ മഹസി പരമൈശ്വര്യത്തിൽ മഹീയസേ ശോഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദ്വാസുവർണ എന്നൊക്കെ പറഞ്ഞിട്ട് വേദത്തിലെ രണ്ട് പക്ഷികളെ പറ്റിയിട്ട് ഏകാദശത്തിൽ പറയും. രണ്ട് തരം പക്ഷികളുടെ പരമാത്മാവും ജീവാത്മാവും അതിൻ്റെ അവസ്ഥകളെ പറ്റി വരികയാണ്. ജീവാത്മാവ് ഭഗവാന്റെ ചൈതന്യത്തിനാണ്, ഈശ്വരനും ചൈതന്യം രണ്ടും ഒരേ മാതിരിയാണ്, ചങ്ങാതികളെമായിട്ടുള്ള ഒരേ ഭാവത്തിലാണ്. എന്നാലോ ഈ മായയ്ക്ക് അധീനമായിട്ടുള്ള ചൈതന്യം അതാണ് ജീവൻ, മായയ്ക്ക് അതീതമായിട്ടുള്ള ചൈതന്യം ഈശ്വരൻ. അപ്പോൾ ആ മായയ്ക്ക് അധീനമായിട്ടുള്ള ചൈതന്യം ജീവാത്മാവ് എന്തുണ്ട് ആ മായയിൽ മുഴുകിയിട്ട് അതിൻ്റെ ഗുണങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സംസാരത്തിൽ ചുറ്റുന്നു. നേരെ മറിച്ച് ഇതിൽ നിന്ന് അതീതനായിട്ടിരിക്കുന്ന ആ പരമാത്മാവ് ഇതിലൊന്നും മുഴുകാണ്ട് എന്തെങ്കിലും ബന്ധങ്ങൾ വരുന്ന അതൊക്കെ ഉണ്ടല്ലോ പാമ്പ് ഊരിടുന്ന മാതിരി നിഷ്പ്രയാസം അതിനെയൊക്കെ ത്യജിച്ചിട്ട് തൻ്റെ ഭഗത്തിൽ അങ്ങനെ പരിപൂർണ ഐശ്വര്യത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുന്നു എന്ന് പറയുകയാണ്. നിത്യമുക്തനായിട്ട് അങ്ങനെ ശോഭിക്കണം. നൃത്യന്തീ തവ വീക്ഷണാങ്കണ ഗതാ കാലസ്വഭാവാദിവിർഭാവൻ സത്വരജസ്തമോ ഗുണമയാനുന്മീലയന്തി ബഹൂൻ മാം ആക്രമ്യ പദാധിരസ്യതിപരം സമ്മർദ്ദയന്ത്യാതുരം മായാതേ ശരണം ഗതോസ്മി നൃഹരേ ത്വാമേവ അംബാരയാ. നരസിംഹമൂർത്തി ആ അങ്ങയുടെ ആ കടാക്ഷ വീക്ഷണമാവുന്ന ആ കളിമുറ്റത്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ മായാദേവി കാലം സ്വഭാവം മുതലായിട്ടുള്ള ആ സാമഗ്രികളോട് കൂടിയിട്ട് 3 ഗുണങ്ങളെ സംബന്ധിച്ചുള്ള അനേകം ഭാവങ്ങളെ അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് പരവശനായിട്ട് എൻ്റെ ശിരസിൽ അങ്ങനെ കാലെടുത്ത് വെച്ച് അതിലങ്ങനെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ എന്ന് പറയുകയാണ്. ഞാനെന്ത് ചെയ്യണു? അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അവളെ ആ മായയെ തടഞ്ഞു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്. യദിനു സമുദ്ധരന്തിയതയോ ഹൃദി കാമജടാ ദുരധികമോസതം ഹൃദിഗതോ സ്മൃതകണ്ഠമണി അസുതപയോഗിനം ഉപയതോപ്യസുഖം ഭഗവൻ അനവഗതാന്തകൾ അനതിരൂഢപതൽ ഭവതാ.
ഭഗവാനെ യതയാ ഹൃദി കാമജടാ യതി ന സമുദ്ധരന്തി. യതികളെ, അതായത് യത്നിക്കുന്ന ആൾക്കാർ, മഹർഷിമാരായിട്ടുള്ള ആൾക്കാർ ഹൃദയത്തിൽ കാമവാസനകളുടെ നാരായ വേരുകളെ യതി ന സമുദ്ധരന്തി, തീരെ ഉന്മൂലനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അസതാം ഹൃദി ഗത, അങ്ങ് ആ അസത്തുക്കളുടെ ഹൃദയത്തിൽ അങ്ങ് പ്രവേശിച്ചാണ് എന്നിരിക്കലും അങ്ങയെ യഥാർത്ഥത്തിൽ അസ്മൃത കണ്ഠമണി, അതായത് കഴുത്തിലൊരു മണി കെട്ടിയ ആളെ യഥാർത്ഥത്തിൽ ആ കഴുത്ത് കെട്ടിയിട്ട് അയാൾക്കറിയില്ല, അയാൾ പുറത്തന്വേഷിക്കുക, അതുമാതിരി ദുരധികമാ ദുഷ്പ്രാപനായിട്ട് തീരുന്നു എന്ന് പറയുകയാണ്. ആശ്രിതോപയോഗിനാം അനപഗതാന്തകൾ, അതായത് അസുക്കളെ, അതായത് പ്രാണങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന യോഗികൾക്ക് ഒഴിഞ്ഞു മാറാനാകാത്ത മരണത്തിൽ നിന്നും അനതിരൂഢ ബദൽ, അവരാൽ മുറയ്ക്കറിയപ്പെട്ടിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയ അങ്ങയിൽ നിന്നും ഉഭയത, രണ്ടിൽ നിന്നും അസുഖം ഭവിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ വളരെയധികം പരിശ്രമിച്ചാലും അവർക്ക് അവരുടെ മനസ്സിലെ കർമ്മവാസനകളെ പരിപൂർണമായിട്ട് പരിച്ചറിയാൻ കഴിയണം. അല്ലാത്ത പക്ഷം എന്താണ്, അവർക്ക് തങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളണമെങ്കിലും ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഏതുപോലെ എന്നാൽ കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അതിനെ ബോധമില്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സ്വന്തം എന്തിനു വേണ്ടിയിട്ട് ആ മാല കഴുത്തിലിടുന്നിട്ട് വീണ്ടും ഇന്ദ്രിയ പ്രീതിക്കായിട്ട് പുറത്തു പോയി പ്രയത്നിക്കും. ആ അത് തൻ്റെ കഴുത്തിലുണ്ടെന്ന് അറിയാണ്ട് പരിശ്രമിക്കില്ലേ. അപ്പം അവർക്ക് എന്തുണ്ട്, പുറത്ത് കാലത്തിൻ്റെ ഭയമുണ്ട്, അകത്ത് ഈശ്വരിൽ നിന്നുള്ള ഭയമുണ്ട്. കാരണം ഈശ്വരനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് രണ്ടും സുഖപ്രദമല്ലാണ്ട് അവരങ്ങനെ രണ്ട് വശത്തു നിന്നും അപകടം അനുഭവിച്ചു കഴിയണു എന്ന് പറയുകയാണ്. ദമ്പന്യാസമീഷേണ വഞ്ചിതജനം ഭോഗൈകചിന്താതുരം സമ്മുഹ്യന്തമഹർനിശം വിരചിതോദ്യോഗക്ലമൈരാകുലം ആജ്ഞാലംഘിതം അജ്ഞമജ്ഞജനതാസമ്മാനനാസന്മതം ദീനാനാഥ ദയാനിദാന പരമാനന്ദ പ്രഭോ പാഹിമം. അതായത് ഈ കപട സന്യാസവേഷങ്ങളിൽ ജനങ്ങളെ അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് വെറും പുറത്ത് സന്യാസി വേഷമാണെങ്കിലും ഭോഗം ചെയ്തുകളെ മുഴുകിയിരിക്കുന്നതായിട്ടുള്ള സ്വബോധം തീരെ ഇല്ലാത്തവനായിട്ടുള്ള ധനാർജനത്തിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളാൽ ക്ലേശിക്കുന്നവനായിട്ടുള്ള അങ്ങയുടെ ശാസനയെ അനുസരിക്കാത്തവനും അറിവില്ലാത്തവനും വിവരം കെട്ടവരുടെ ആദരവ് ലഭിക്കാൻ വേണ്ടിയിട്ട് അഹങ്കരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു സാധാരണക്കാരനായ എന്നെ ദീനരിലും അനാഥരിലും കാരുണ്യം കലർന്നിട്ടുള്ള പ്രഭുവും പരമാനന്ദ സ്വരൂപനുമായിട്ടുള്ള ഭഗവാനെ അങ്ങ് രക്ഷിക്കണേ. അതായത് എത്ര പഠിച്ചാലും ശാസ്ത്രം പഠിച്ചാലും വേഷം കിട്ടിയാലും ഒന്നും കാര്യമില്ല. യഥാർത്ഥ തത്വം മനസ്സിലാക്കണം വെച്ചാൽ മനസ്സിലെ കാമനകൾ, വാസനകളെല്ലാം, ദുർവാസനകളെല്ലാം പോയിട്ട് മനസ്സ് ശുദ്ധമായി തീരന്നെ വേണം. അതിനെന്തേ മാർഗമുള്ളൂ? ഭഗവാന്റെ പദാരവിന്ദങ്ങളെ ആ ശരണം പ്രാപിക്കുക. അനാഥ ഭാവത്തിൽ അനന്യഗതിയായി കൊണ്ട് ശരണം പ്രാപിക്കുക. ത്വദവഗമീനവേത്തി ഭവതുക്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയം തർഹി ദേഹഭൃതം ചകിര അനിയുഗമന്വഹം സഗുണഗീത പരമ്പരയാ ശ്രവണവൃതോ യതസ്ത്വം അപവർഗഗതിർമനുജൈ. ഏ സൽഗുണ, എല്ലാം സഗുണ, അതായത് എല്ലാ ഗുണങ്ങളെയും തികഞ്ഞവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ത്വദവഗമി, അങ്ങയെ അറിഞ്ഞവൻ, ഭവതുക്ത ശുഭ അശുഭയോ, അങ്ങയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ പുണ്യപാപങ്ങളുടെ ഗുണവിഗുണ അന്വയൻ സുഖദുഃഖ സംബന്ധികളായിട്ടുള്ള കാര്യങ്ങളെ നവേത്തി അറിയുന്നില്ല. തർഹി അങ്ങനെയായാൽ ദേഹഭൃതാം ശരീരികൾക്കുള്ള ഗിരച വിധി നിഷേധങ്ങളെയും അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അനിയുഗം മനുജൈ അന്വഹം, എല്ലാ യുഗത്തിലും മനുഷ്യരാൽ നിത്യേന ഉപദേശ പാരമ്പര്യം ഹേതുവായി കേട്ടു മനസ്സിലാക്കിയിട്ടുള്ള ത്വം അങ്ങ് അപവർഗഗതി, അവർക്ക് മോക്ഷരൂപമായുള്ള ഗതിയായി ഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. സന്യാസിമാർ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവരായിട്ട്, അങ്ങയുടെ മഹിമ അറിഞ്ഞവരായിട്ട്, ഈശ്വര സൃഷ്ടായിട്ടുള്ള ശുഭാശുഭങ്ങൾക്കൊക്കെ അതീതനും വേദാദി ശാസ്ത്രങ്ങളൊക്കെ വിധിക്കുന്ന വിധി നിഷേധങ്ങൾക്ക് അവർക്ക് ഭാവമില്ലാണ്ട് അവരങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് പറയുക അതിവർണ അത്യാശ്രമികളായിട്ടുള്ള സന്യാസിമാർ. അവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങൾ തോറും അവതാരം സ്വീകരിച്ച് അങ്ങനെ ലീലാവിലാസങ്ങളെ പ്രകടിപ്പിക്കുന്ന അങ്ങയുടെ ആ യശസ് വർദ്ധിപ്പിക്കുന്നതായുള്ള ദിവ്യ ചരിത്രങ്ങൾ അങ്ങനെ സത്തുക്കളിൽ നിന്ന് അങ്ങനെ കേട്ടിട്ട് അതിലങ്ങനെ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തനും ഈ അത്യാശ്രമിയായിട്ടുള്ള ആ സന്യാസിമാർ രണ്ടുപേരും വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് പറയുകയാണ്. അതായത് രണ്ടുപേർക്കും അത്യാശ്രമിയായിട്ടുള്ള ആ വർണ്ണങ്ങളെയൊക്കെ അതിക്രമിച്ചിട്ടുള്ള ഒരു സന്യാസിക്കും ഭഗവാനും ഭഗവത് പ്രാപ്തി തന്നെയാണ്
പരമമായിട്ടുള്ള ഗതി. അവർ തമ്മിൽ രണ്ടും വ്യത്യാസമില്ല എന്നാണ് ഇവിടെ പറയണത്. അവഗമം തവ മേ ദിശ മാധവ സ്ഫുരതി എന്ന സുഖാസുഖ സംഗമ ശ്രവണവർണ്ണന ഭാവമതാവിവാ നഹി ഭവാമി യഥാവിധി കിങ്കരാ. ഏ ഭഗവാനേ, ഏ മാധവ, യാതൊന്നിനാൽ ഈ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും നിന്നും ബന്ധമുണ്ടാകുന്നില്ലയോ അങ്ങനെയുള്ള അങ്ങയെ സംബന്ധിച്ചുള്ള ജ്ഞാനം എനിക്കുണ്ടാവട്ടെ. അതല്ലാന്നുണ്ടെങ്കിലോ ഈ ശാസ്ത്രങ്ങളിലെ വിധിനിഷേധങ്ങൾക്ക് വിധേയനാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കുക, വർണ്ണിക്കുക എന്നുള്ള ഈ കാര്യങ്ങളിലുള്ള പ്രേമഭക്തി ഇതേതായാലും വിരോധമില്ല എനിക്കുണ്ടാകുമാറാകട്ടെ എന്നാണ് ശ്രീധരാചാര്യ സ്തുതി. ദ്വിപദയ ഏവ തേന യയുരന്തമനന്തതയാ ത്വമപി യദന്തരാണ്ട നിജയാ നനുസാവരണ കൈവരജാംസി വന്തി വയസാ സഹയൽ ശ്രുതയാം ത്വൈഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാ. ദ്വിപദയ ഏവ, അതായത് സ്വർഗത്തിന്റെ അധിപതികളായിട്ടുള്ള ദേവന്മാർക്ക് പോലും അനന്തതയാ അങ്ങയുടെ മാഹാത്മ്യം അറ്റമില്ലാത്തതാകയാൽ തേ അന്തം നയയു അങ്ങയുടെ അന്തത്തെ പ്രാപിച്ചിട്ടില്ല. ത്വമപി എന്ന് മാത്രമല്ല അങ്ങ് തന്നെ നനു യത് അന്തര യാതൊരാളുടെ അന്തർഭാഗത്തിൽ സാവരണ മഹതാദി ആവരണങ്ങളോട് കൂടിയ അണ്ടനിചയ ഈ പ്രപഞ്ചങ്ങളാകുന്ന അനവധി ഗോളങ്ങളുടെ സമൂഹങ്ങള് അന്തരീക്ഷത്തില് രജാംസീവ ധൂളികണങ്ങൾ പോലെ അങ്ങനെ ധാരാളം അങ്ങയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയാണ്. അങ്ങനെയുള്ള അത്രയധികം അതിലുള്ള അനന്തനായതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അതന്നിരസനേന അങ്ങയ്ക്ക് തന്നെ അങ്ങയുടെ അന്തം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഈ വേദങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അതന്നിരസനേന, അതായത് അങ്ങല്ലാണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെയൊക്കെ നിരസിച്ചുകൊണ്ട് അവസാനം ഞങ്ങൾ ഭവന്നിധന നിന്തിരുവടിയിൽ പരിസമാപ്തി ഇരിക്കുന്നു. അങ്ങനെയുള്ള ശ്രുതയ തൊയ് ഫലന്തി, അങ്ങനെയാണ് ഞങ്ങൾ ഈ വേദാന്ത വാക്യങ്ങൾ അങ്ങയിൽ ഫലന്തി ഫലിക്കുന്നത് എന്നാണ്. അതാണ് ആ വേദസ്തുതിയുടെ അവസാനത്തെ ശ്ലോകം അതാണ്. അതായത് അങ്ങയുടെ മഹത്വം എത്രയാണെന്ന് അങ്ങയ്ക്ക് തന്നെ അറിയില്ല, അത്ര പരന്ന് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വർഗാദികൾക്ക് പോലും അതറിയില്ല. അങ്ങനെയുള്ള ആ അങ്ങയുടെ മഹത്വത്തിനെ ഞങ്ങൾക്ക് വേദങ്ങൾക്ക് സ്തുതിച്ച് പറയാൻ പറ്റുമോ ഭഗവാനെ? അപ്പോൾ എന്ത് ചെയ്യും? അങ്ങല്ലാണ്ടുള്ള വസ്തുക്കളുണ്ടല്ലോ, അതായത് അനാത്മായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇത് അങ്ങല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് ബാക്കി എന്താ അവശേഷിക്കണു? ബാക്കി അവശേഷിക്കുന്ന പരിപൂർണമായിട്ടുള്ള പൂർണ്ണ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വേദവാക്യങ്ങളും അങ്ങയെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആ ശ്രുതി അവസാനിക്കുക. അതന്നിരസനേന ഫലന്തി എന്ന് പറയാ, ശ്രുതികൾ ഫലപ്രദമായിട്ട് ബ്രഹ്മത്തെ ലക്ഷ്യപ്പെടുത്തുവാൻ സാധിച്ചു. എങ്ങനെയാണ്? അനന്തഹേതുവായിട്ട് പരിധി കണ്ടത് ഈശ്വരന് പോലും സാധ്യമല്ലായകയാൽ അതൊരു പരാജയമല്ല, നിഷേധ രൂപത്തിൽ ഒരു പൂർണ്ണ വിജയമായിട്ടാണ് ഞങ്ങളും എത്തിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ്വിപദയോ വിദുരന്തമനന്തതേന ച ഭവന്ന ഗിര ശ്രുതിമൗലയ ത്വയി ഫലന്തി യതോ നമ ഇത്യതോ ജയ ജയേതി പദം. ഈ അവസാനം അനന്തവനായവനെ ബ്രഹ്മാദി ദേവകളെ അങ്ങയുടെ അന്തം അറിയുന്നില്ല, അങ്ങയ്ക്ക് പോലും അതറിയുന്നില്ല. ഉപനിഷത്തുകളും കൂടി അങ്ങയെ സാക്ഷാത്തായി ബോധിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ ആ താല്പര്യവൃത്തിയ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങല്ലാത്തതിനെ തള്ളിക്കൊണ്ട് അവസാനം അങ്ങാണ് എല്ലാം നിങ്ങൾ പറയുക. ആകയാൽ ഞാൻ നമോ നമ ജയ ജയ ഇങ്ങനെയുള്ള സ്തുതി വചനങ്ങളെ കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദത്തിലെ ശരണം പ്രാപിക്കണമെന്നാണ് ശ്രീധരാചാര്യരും ആ സ്തുതി അവസാനിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ ശ്രുതിയിലവിടെ അവസാനിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ഇത്യേതൽ ബ്രഹ്മണപുത്ര ആശ്രിത്യാത്മാനുശാസനം സനന്ദനമതാനർച്ചു സിദ്ധാജ്ഞാത്വാത്മനോഗരിം. ഈ സിദ്ധന്മാരും എന്നിട്ട് നാരായണ മഹർഷി നാരദനോട് കഥ പറയുകയാണ്. ഇപ്രകാരം സിദ്ധന്മാരും ബ്രഹ്മണപുത്ര ബ്രഹ്മാവിൻ്റെ പുത്രന്മാരുമായുള്ള സനകാദികള് അവരിൽ ആ സനന്ദന പ്രോക്തമായിട്ടുള്ള ആത്മതത്വ പ്രബോധകമായിട്ടുള്ള ഇപ്രകാരമുള്ള വേദസ്തുതി കേട്ടിട്ട്
ആ വക്താവായിട്ടുള്ള സനന്ദനനെ ആരാധിച്ചു. ഇത്യശേഷ സമാംനായ പുരാണോപനിഷദ്ദസ സമുദ്രിത പൂർവജാതൈർ വ്യോമയാനൈർ മഹാത്മഭീ. ഇത് തന്നെ, അതായത് സമാംനായത്തിൻ്റെയും, സമാംനായം എന്ന് പറഞ്ഞാൽ വേദത്തിലെ കർമ്മകാന്ഡം, അതുമാതിരി പുരാണത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും, അതായത് ജ്ഞാനകാന്ഡം സാരമെന്ന് ഈ ദിവ്യലോകങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന മഹാത്മാക്കളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ത്വം ചെയ്തൽ ബ്രഹ്മദായാതാം ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരകാം കാമം കാമാനാം ഭർജനം നൃണം. അങ്ങും എന്ത് ചെയ്യണം? ഈ ബ്രഹ്മപുത്രരായുള്ള നാരദ മഹർഷി മനുഷ്യർക്ക് എന്താണ് കാമം കാമാനാം ഭർജനം നൃണാം. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ചുറ്റി നടന്നിട്ട് മനുഷ്യർക്ക് അവരുടെ കാമവാസന അവസാനിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഈ ആധ്യാത്മിക തത്വോപദേശം അങ്ങും ശ്രദ്ധയോടെ ധരിച്ചുകൊണ്ട് യഥേഷ്ടം ഭൂമിയിൽ ആകമാനം സഞ്ചരിക്കണം. കാരണം ബ്രഹ്മദായാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രനാണെന്നും ബ്രഹ്മപ്രാപ്തിക്ക് അത് അങ്ങക്ക് ദായാതനാണ്, അതായത് ഒരു അവകാശമായിട്ട് ലഭിച്ച ആളാണ് അങ്ങനും കൂടി ഇവിടെ ആ വാക്കിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് അങ്ങും ഈ തത്വം ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ മഹർഷിയുടെ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. ശ്രീശുകൗവാച ഏവം ഋഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവൻ പൂർണ്ണ ശ്രുതധരോ രാജൻ വീരവ്രതോ മുനി. ഈ രാജൻ പരീക്ഷത്തെ വീരവ്രത, നല്ല നൈഷ്ഠിക ബ്രഹ്മചാരി വ്രതത്തോടു കൂടിയിട്ടുള്ളവനും ശ്രുതധര, ഇപ്രകാരം ശ്രവിക്കപ്പെട്ടതിനെ അനുസന്ധാനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കുവാൻ കഴിവുള്ളവനുമായിട്ടുള്ള ആത്മവാൻ, ആത്മാനുഭാവമുള്ള സ മുനി, ആ നാരദ മഹർഷി ഏവം ഋഷിണ ആദിഷ്ടം, ഇപ്രകാരം ശ്രീ നാരായണ മുനിയാൽ ഉപദേശിക്കപ്പെട്ടതിനെ ശ്രദ്ധയാ ഗൃഹീത്വാ പൂർണ്ണ ആഹ, വളരെയധികം ശ്രദ്ധയോടുകൂടി ഗ്രഹിച്ചിട്ട് ആനന്ദപൂർണനായിട്ട് ഇപ്രകാരം പറഞ്ഞു. നാരദോ വാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ മലകീർത്തയേ യോധത്തെ സർവഭൂതാനാം അഭവായോശരീ കലാ. ഈ നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതത്തോടു കൂടിയവനും ശ്രവണം ചെയ്തതിന് നന്നായി ധരിപ്പാൻ കഴിവുള്ളവനും ആത്മാനുഭാവമുള്ളവനായ ശ്രീനാരദ മഹർഷി ആ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ ഗ്രഹിച്ചിട്ട് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ്? സമസ്ത ജീവജാലങ്ങളുടെയും അതുമാതിരി അവരുടെ സംസാര നിവൃത്തിക്കായിട്ട് മനോഹരങ്ങളായിട്ടുള്ള രൂപങ്ങൾ സ്വീകരിക്കുന്നവനും നിർമ്മല യശസ്വിയും കൃഷ്ണ അമലകീർത്തയെ നിർമ്മല യശസ്വിയും ഭഗവാനുമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിക്ക് നമസ്കാരം എന്നുള്ള മന്ത്രം ജപിച്ചിട്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ച് ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യം ച മഹാത്മന തതോകാലാശ്രമം സാക്ഷാൽ പിതൃദ്വൈവായനസ്യമേ. അദ്ദേഹത്തിനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ മഹാത്മാക്കളായിട്ടുള്ള ശിഷ്യന്മാരെ നമസ്കരിച്ചിട്ട് എൻ്റെ അച്ഛനായിട്ടുള്ള ദ്വൈവായന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് നേരെ വരികയാണ് ചെയ്തത് എന്ന് പറയുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹ തസ്മൈ തദ്വർണ്ണയാമാസ നാരായണമുഖാൽ ശ്രുതം ഇത്യേതൽ വർണ്ണിതം രാജൻ എന്ന പ്രശ്ന സുകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യ നിർദ്ദേശിയേ നിർഗുണേ വിമനശ്ചരേൽ. അങ്ങനെ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിൽ വന്നപ്പോൾ വേദവ്യാസ മഹർഷിയാൽ സൽക്കരിക്കപ്പെട്ടിട്ട് ആസനസ്ഥനായുള്ള ശ്രീ നാരദ മഹർഷി ശ്രീ നാരായണ മഹർഷിയുടെ മുഖത്തുനിന്ന് താൻ എന്തൊക്കെ കേട്ടോ ആ വേദസ്തുതി സാരം എൻ്റെ അച്ഛന് ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം അതെനിക്ക് ശ്രീ ശിവബ്രഹ്മർഷിയിൽ എനിക്കും ഉപദേശിച്ചു എന്നുള്ള ഒരു വ്യംഗ്യം. അതാണ് ഇപ്പോൾ ഞാൻ അങ്ങയോടെ പരീക്ഷത്തെ അങ്ങയോട് ഞാൻ ഇത് ഉപദേശിച്ചു തന്ന അങ്ങനോട് ചോദിച്ചില്ലേ, ബ്രഹ്മത്തിൽ മനസ്സ് ഗുണാതീതമായിട്ട് ബ്രഹ്മത്തിലെ മനസ്സ് എങ്ങനെ വ്യാപരിക്കുന്നു എന്നതിന് ഉത്തരമായിട്ട് ഞാൻ ഇപ്പോൾ അങ്ങക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ഒരൊറ്റ ശ്ലോകം ഈ പറഞ്ഞ തത്വം മാത്രം എന്തേ വേണ്ടൂ, ഭഗവാനെ ഭജിക്കാന്ന്. അത് ആ ശ്ലോകം കൊണ്ടാണ് പറയുന്നത്. യോസ്യോൽ പ്രേക്ഷക ആദിമധ്യനിധനേ യോ വ്യക്തജീവേശ്വരോ യസൃഷ്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുര ശാസ്തിതാ യം സമ്പദ്യ ജഹത്യജാം അനുശയീ സുപ്ത കുലായം യഥാ തം കൈവല്യനിരസ്തയോനിമവയം അജസ്രം ഹരിം. യാതൊരാളാണോ
അസ്യ ഉൽപ്രേക്ഷക ഈ പ്രപഞ്ചത്തിന്റെ സങ്കല്പകനായിട്ട് ആദിമധ്യനിധനേ വർത്തതേ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളിൽ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാതിരി യാതൊരാളാണോ അവ്യക്ത ജീവേശ്വര പ്രകൃതി പുരുഷന്മാർക്കും നിയന്താവായിട്ടിരിക്കുന്നത്, യാതൊരാളാണോ ഇതം സൃഷ്ട്വ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഋഷീണ ജീവനോടുകൂടി അതിൽ പ്രവേശിച്ചിട്ട് അല്ലെങ്കിൽ ജീവാത്മാവായിട്ട് അതിൽ പ്രവേശിച്ചിട്ട് പുരം ചക്രേ പല പുരങ്ങളെ സൃഷ്ടിക്കുകയും താ ശാസ്തി അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് യം സമ്പദ്യ യാതൊരുവനെ പ്രാപിച്ചു കഴിഞ്ഞു വെച്ചാൽ അനുശയീ സുപ്ത കുലായം ഈ ജീവൻ ഉറങ്ങിക്കിടക്കുന്നവൻ കുലായം യഥാ ശരീരത്തെ എന്ന പോലെ അജാം ജഹാദി മായയെ ഉപേക്ഷിക്കുന്നുവോ തം അങ്ങനെയുള്ളവനും കൈവല്യ നിരസ്തയോനിം നിർവികാരമായിട്ടുള്ള തൻ്റെ സ്വരൂപ അവസ്ഥാനത്തിൽ നിരസിക്കപ്പെട്ട മൂലകാരണത്തായുള്ള മായയോട്, അതായത് മായയെ തീരെ നിരോധിച്ചവനായിട്ടുള്ള ആ അഭയം, എല്ലാവർക്കും ഭയത്തിന് നിവർത്തകനുമായിട്ടുള്ള ഹരിം അജസ്രം ധ്യായേ ശ്രീഹരിയെ എപ്പോഴും ധ്യാനിക്കേണ്ടതാകുന്നു എന്നാണ് ആ ശ്രുതിഗീതയുടെ അർത്ഥം. വളരെ സംഗ്രഹിച്ചാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന പ്രകാരം വേണം എന്നുള്ള ഒരു വ്യക്തമായ സങ്കല്പത്തോടു കൂടിയിട്ട് സൃഷ്ടിസ്ഥിതി സംഹാര ക്രിയകളിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ആ ഭഗവാൻ തന്നെയാണ്. അപ്പൊ മൂലപ്രകൃതിക്കും ജീവനും ഈശ്വരനായിട്ടിരിക്കുന്നവനും ആ ഭഗവാൻ തന്നെയാണ്. പിന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ ജീവസ്വരൂപത്തിൽ അന്തര്യാമിത്വനെ പ്രവേശിച്ച് ഈ ശരീരങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുകയും അവയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണോ അതും ആ ഭഗവാൻ തന്നെയാണ്. പിന്നെ ആരെ പ്രാപിച്ചതാണോ ഈ ജീവൻ ഉറങ്ങിക്കിടക്കുന്നവൻ തൻ്റെ ശരീരത്തെ എന്ന പോലെ മറക്കില്ലേ, അതുമാതിരി അവിദ്യയെ ഉപേക്ഷിക്കുന്നത് അപ്രകാരമുള്ളവനും നിർവികാരമായിട്ടുള്ള തൻ്റെ ആ സ്വരൂപ സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെല്ലാം മൂലകാരണമായിട്ടുള്ള മായയെ തീരെ നിരസിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ ഭഗവാൻ എങ്ങനെയാണ് ആ ആശ്രയിക്കുന്നവരുടെ എല്ലാ ഭയങ്ങളെയും അകറ്റുന്നവനായിട്ടുള്ള ആ ശ്രീഹരിയെ നിരന്തരം ധ്യാനിക്കുക വേണം. അതാണ് ഈ ശ്രുതിഗീതയുടെ യഥാർത്ഥ ഒരേ ഒരു തത്വം അതേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദ നാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.